ഹലോ മച്ചന്മാരെ, വെൽക്കം ബാക്ക് ടു മല്ലു എക്സ്പ്ലെയിനർ. 100% ഒരു ഉറപ്പ് ഞാൻ തരാം. ഇന്ന് നിങ്ങൾ കേൾക്കാൻ പോകുന്ന ഈ ഒരു കഥ കൊണ്ട് വളരെയധികം വ്യത്യസ്തമാണ്. നല്ല കിടിലൻ കഥയാണ്. കഥയെക്കുറിച്ചൊന്ന് പറയുകയാണെങ്കിൽ, ഒരു സ്ത്രീ, ഭർത്താവ് മരിച്ചുപോയി, 2 കുട്ടികളുണ്ട്, ജീവിക്കാൻ വേറൊരു വഴിയില്ല. അവർക്കാകെയുള്ളത് ഈ വെട്ടുകിളികൾ ഉണ്ടല്ലോ, അതിന്റെ ആ ഒരു കൃഷിയാണ്. എന്നാൽ ഈ വെട്ടുകിളികൾ നന്നായിട്ട് മുട്ടയിടുന്നില്ല, അത് കൂടുതലായിട്ട് ഉണ്ടാവുന്നില്ല, നന്നായിട്ട് വളരുന്നില്ല. അതുകൊണ്ട് ആ ഒരു ബിസിനസ് വളരെയധികം മോശമായി വന്നുകൊണ്ടിരിക്കുകയാണ്. ജീവിക്കാൻ മറ്റൊരു വഴിയില്ല. അങ്ങനെ ഇരിക്കെ ഒരു ഘട്ടത്തിൽ ഭീകരമായിട്ടുള്ള ഒരു ഐഡിയ ആ സ്ത്രീ കണ്ടുപിടിക്കുകയാണ്, ഈ വെട്ടുകിളികളെ നന്നായിട്ട് വളർത്താനായിട്ട്. എന്തായിരുന്നു ആ ഒരു ഐഡിയ? അത് കാരണം എന്താണ് പിന്നീട് അവൾക്ക് സംഭവിച്ചത്? ഇതാണ് ഇന്ന് ഈ കഥയിലൂടെ നമ്മൾ കേൾക്കാൻ പോകുന്നത്. അടിപൊളി കഥയാണ്, ധൈര്യമായിട്ട് കേട്ടോ. അപ്പൊ നേരെ നമ്മൾ ഈ ഒരു കഥയിലേക്ക് പോവാണ്, കഥയുടെ ഈ മായാ ലോകത്തിലേക്ക്. സോ അഗെയിൻ വെൽക്കം ബാക്ക് ടു മല്ലു എക്സ്പ്ലെയിനർ. സിനിമയുടെ ആരംഭത്തിൽ രാത്രിയിൽ ടോപ്പ് ആംഗിളിൽ നിന്നും ഒരു വലിയ കാട് കാണിക്കുകയാണ്. കാട് മാത്രമല്ല, അവിടെ കുറെ അധികം കൃഷിയിടങ്ങളും ഉണ്ട്. അതായത് നമ്മൾ പോകാൻ പോകുന്നത് സിറ്റിയിലെ ഒരു സ്ഥലത്തേക്കല്ല, സിറ്റിയിൽ നിന്ന് ഒരുപാട് ഒഴിഞ്ഞു മാറി ഒരു ഗ്രാമത്തിലെ ഒരു ഫാമിലേക്കാണ്. അവിടെ തന്നെ നിങ്ങൾ ബബിൾ ഹൗസ് പോലെ ഒരു സംഭവം കണ്ടോ? അതൊരു ഫാമാണ്. ഈ രാത്രിയിലും അവിടെ കഠിനമായിട്ട് ജോലി ചെയ്യുന്ന ഒരു സ്ത്രീ ഉണ്ട്. അവളുടെ പേരാണ് വെർജീനിയ. രാത്രിയിലും ഇത്ര കഷ്ടപ്പെട്ട് ജോലി ചെയ്യണമെങ്കിൽ അവളുടെ അവസ്ഥ നമുക്ക് മനസ്സിലാക്കാവുന്നതല്ലേ ഉള്ളൂ. ശരിയാണ്, ഭർത്താവ് മരിച്ചുപോയി, 2 കുട്ടികളുണ്ട്, അവരെ നോക്കണ്ടേ, കാശ് വേണ്ടേ? എന്നാൽ സ്വന്തമായിട്ട് കൃഷി ചെയ്യുന്നുണ്ടെങ്കിലും അവളിപ്പോ വളരെയധികം സ്ട്രഗിളിലാണ്. കാരണം അവളുടെ കൃഷിയായിട്ടുള്ള വെട്ടുകിളികൾ ആ നാട്ടിലുള്ളവര് അതിനെ നന്നായിട്ട് ഭക്ഷിക്കും. സോ അതിന്റെ ഫാമിംഗ് ആണ് അവൾ ചെയ്യുന്നത്. പക്ഷേ ഈ വെട്ടുകളിൽ ഇപ്പൊ നന്നായിട്ട് ഉണ്ടാവുന്നില്ല. അതുപോലെ തന്നെ അവ മുട്ടയിടുന്നില്ല. മുട്ടയിട്ടാൽ മാത്രമല്ലേ കൂടുതൽ പക്ഷികൾ ഇതേപോലെ ഉണ്ടാവുള്ളൂ. അതിൽ തന്നെ കുറെ എണ്ണം എന്തോ അസുഖം വന്ന് ചത്തു പോകുന്നുണ്ട്. പല ആൾക്കാരും ഓർഡർ ചെയ്തിട്ടുണ്ട്. ആ ഓർഡർ ചെയ്ത അളവിൽ അവൾക്കത് കൊടുക്കാൻ കഴിയുന്നില്ല. ഇപ്പൊ തന്നെ ഒരാൾ വിളിച്ച് ഭയങ്കരമായിട്ട് ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഞാൻ പറഞ്ഞ അത്ര അളവിൽ സാധനം ഇവിടെ എത്തിയിട്ടില്ല, അതുപോലെ തന്നെ പഴയ ക്വാളിറ്റിയും ഇതിനില്ല. ഇങ്ങനെയാണെങ്കിൽ ഇത് മുന്നോട്ടേക്ക് പോയില്ല കേട്ടോ. ഇപ്പൊ വെർജീനി പറയണം, നിങ്ങൾ പറഞ്ഞ ആ ഒരു ക്വാണ്ടിറ്റിയിൽ എങ്ങനെയെങ്കിലും ഞാൻ സാധനം അവിടെ എത്തിച്ചോളാം. ഈ സമയത്താണ് വെർജീനിയുടെ അടുത്തേക്ക് അവളുടെ ഇളയ മകനായിട്ടുള്ള ഗ്യാസ്റ്റൻ വരുന്നത്. ആ വന്നപാടിന് അമ്മയോട് ചോദിക്കണം, അമ്മ എന്നെ ഒന്ന് അവിടെ ഡ്രോപ്പ് ചെയ്ത് തരുമോ? അതായത് ഇവൻ ഫുട്ബോൾ കോച്ചിങ്ങിന് പോകുന്നുണ്ട്, സോ അങ്ങോട്ടേക്ക് ഒന്ന് ആക്കി തരുമെന്ന് ചോദിക്കുന്നത്. എന്നാൽ ഓൾറെഡി നല്ല ടെൻഷനിലായിരുന്ന വെർജീനി പറയണേ, എനിക്കൊന്നും പറ്റില്ല, നിന്റെ ചേച്ചി ലാറ ഉണ്ടല്ലോ അവിടെ, അവളോട് പോയി പറയാന്ന് പറയണം. പിന്നീട് വെർജീനിയുടെ മൂത്ത മകളായിട്ടുള്ള ലാറയാണ് ഗ്യാസ്റ്റിനെ പ്ലേ ഗ്രൗണ്ടിൽ ആക്കി കൊടുക്കുന്നത്. അതുപോലെ 2 മക്കളും നല്ല സ്ട്രെസ്സിലാണ്. അമ്മ എപ്പോഴും ഈ ഒരു കൃഷി, ഫാമിംഗ്, ബിസിനസ് എന്നൊക്കെ പറഞ്ഞിട്ട് പിള്ളേരുടെ അടുത്ത് അധികം ടൈം സ്പെൻഡ് ചെയ്യാറേ ഇല്ല. അതുപോലെ തന്നെ ലാറ ഇപ്പോൾ ഗ്യാസ്റ്റിനെ അവിടെ ആക്കിയിട്ട് പ്ലേ ഗ്രൗണ്ടിന്റെ ഒരു ഭാഗത്ത് പോയിരിക്കുകയാണ്. ഇതേ സമയത്ത് തന്നെ അവളുടെ സ്കൂളിൽ പഠിക്കുന്ന വേറെ കുറച്ച് പിള്ളേരുണ്ട്. അതായത് ഈ തിന്ന് എല്ലിൽ കുത്തുന്ന സ്വഭാവമുള്ള കുറച്ച് പിള്ളേരുണ്ടാവുമല്ലോ, കാശിന്റെ കഴപ്പ് എന്നൊക്കെ പറയാം. അപ്പൊ അങ്ങനെയുള്ള കുറച്ച് പിള്ളേര് ലാറ എപ്പോഴും കളിയാക്കിക്കൊണ്ടിരിക്കും. അവരുടെ പ്രധാന കളിയാക്കലിന്റെ കാരണം എന്താ വെച്ചാൽ ലാറയുടെ അമ്മ ചെയ്യുന്ന ആ ഒരു കൃഷി, വെട്ടുകിളികള്. സോ ആ ഒരു കൃഷിയും ആ ഒരു ബിസിനസ്സും ഇതെല്ലാം പറഞ്ഞ് ലാറയെ അവരുടെ കൂട്ടുകാരെന്നൊന്നും പറയാൻ പറ്റില്ല, കൂടെ പഠിക്കുന്ന പിള്ളേര് ഭയങ്കരമായിട്ട് കളിയാക്കും, ഇൻസൾട്ട് ചെയ്യും. ഈ ഒരു കാര്യത്തിൽ ലാറയ്ക്ക് ഭയങ്കര വിഷമമുണ്ട് കേട്ടോ. അവളൊന്നും മിണ്ടില്ല, ഭയങ്കര സങ്കടത്തിൽ അങ്ങനെ ഇരിക്കല്ലാതെ ആരോടൊന്നും പറയാറില്ല. ഇതേ നേരം തന്നെ വെർജീനിയെ കാണിക്കുകയാണ്, അവളുടെ ഫാമിലേക്ക് വെട്ടുകിളി എടുക്കാൻ വേണ്ടി ഒരാൾ വന്നിട്ടുണ്ട്. കുക്ക് ചെയ്ത ഒരു സാമ്പിൾ അയാൾക്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് കഴിച്ചു നോക്കിയപ്പോൾ അയാൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുണ്ട്. അപ്പൊ അയാൾ പറഞ്ഞു, ഓക്കെ സാധനം എടുത്തോന്ന് പറയണം. വേഗം തന്നെ വെർജീനിയ ഫാമിന്റെ ഉള്ളിൽ പോയിട്ട് ഒരു 4 പെട്ടി സാധനം കൊണ്ടുവരുന്നുണ്ട്. എന്നാൽ ഇത് കണ്ട സമയത്ത് ഇയാൾ ചോദിക്കാണ്, 4 പെട്ടിയോ? ഇത്രയേ ഉള്ളൂ? ഈ 4 പെട്ടിക്ക് വേണ്ടിയിട്ടാണോ എന്നെ ഇങ്ങോട്ടേക്ക് ഇത്രയും ദൂരത്തേക്ക് വിളിച്ചു വരുത്തിയത്? ഇതൊന്നും നടക്കില്ല കേട്ടോ. അടുത്ത പ്രാവശ്യം എന്നെ വിളിക്കുകയാണെങ്കിൽ കുറച്ചധികം ക്വാണ്ടിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ വരുള്ളൂ, എനിക്ക് മുതലാവണ്ടേ. എന്തായാലും തൽക്കാലം ഇപ്പൊ ഇത് മതി എന്ന് പറഞ്ഞിട്ട് അയാൾ അതെടുത്ത് പോവാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ വെർജീനിക്ക് ഭയങ്കരമായിട്ട് സങ്കടമാണ്. കാരണം അവൾ പരമാവധി ശ്രമിക്കുന്നുണ്ട്, പക്ഷെ ഇതിൽ കൂടുതലായിട്ട് ഈ വെട്ടുകിളികളെ അവൾക്ക് ഉണ്ടാക്കാൻ കഴിയുന്നില്ല. എന്ത് ചെയ്യണമെന്ന് യാതൊരു ഐഡിയ ഇല്ല അവൾക്ക്. അതുപോലെ തന്നെ വെർജീനിയുടെ അയൽവാസിയായിട്ട് ഒരാളുണ്ട് കേട്ടോ, കരീം എന്നാണ് പേര്. കരീം അവനെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ഈ വെർജീനിയെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ തന്നെ ഏതൊക്കെയോ ഡീലേഴ്സിനെ വിളിച്ച് നല്ല ക്വാളിറ്റിയുള്ള വെട്ടുകിളികൾ അവൈലബിൾ ആണ്, നിങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നാൽ സെറ്റാക്കി തരാന്നൊക്കെ പറയുന്നുണ്ട്. അതായത് മാക്സിമം വെർജീനിയെ ഹെൽപ്പ് ചെയ്യാനാണ് കരീം നോക്കുന്നത്. കരീം നല്ലൊരു സുഹൃത്താണ് വെർജീനിയുടെ. അതുപോലെ തന്നെ വെർജീനി ഇപ്പൊ കാണിക്കുകയാണ്, എപ്പോഴത്തെയും പോലെ തന്നെ ഫാമിലേക്ക് പോകുന്നുണ്ട്, അവറ്റകൾക്ക് ഭക്ഷണം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒറ്റയ്ക്കാണ് ഫാമിൽ ഇരുന്നുകൊണ്ട് അവൾ എല്ലാ ജോലികളും ചെയ്യുന്നത് കേട്ടോ. ഈ സമയത്ത് ലാറയെ കാണിക്കുന്നുണ്ട്. അവൾ അവളുടെ ഫോണിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് അവൾക്കൊരു വീഡിയോ വന്നത്. അവൾ എപ്പോഴും കളിയാക്കുന്ന ആ ഒരു പയ്യനുണ്ടല്ലോ, അവളുടെ അമ്മയുടെ കുറച്ച് വെട്ടുകളികളൊക്കെ പിടിച്ച് അതിങ്ങനെ വെച്ച് ഒരു വീഡിയോ ഉണ്ടാക്കി അവളെയും അവളുടെ അമ്മയും ഭയങ്കരമായിട്ട് ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിൽ ഒരു വീഡിയോ ഉണ്ടാക്കി. അതാണെങ്കിൽ ആ നാട്ടിലെ എല്ലാവരും കണ്ടു ഒരു ഇച്ചിരി വൈറലായി. അവൾക്കാകെ വല്ലാത്തൊരു നാണക്കേട് ഫീൽ ആവുകയാണ്. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ പറ്റില്ല. പിന്നീട് ഈ വെട്ടുകളികളെ പെട്ടിയിൽ പാക്ക് ചെയ്യുന്ന സമയത്ത് അവൾ അമ്മയോട് ഇങ്ങനെ ചോദിച്ചു, അമ്മേ എന്തിനാ നമ്മൾ ഇങ്ങനെ കടയിൽ പോയിട്ട് ഇങ്ങനെ ഓരോ സാധനം ഇങ്ങനെ കൊടുക്കുന്നത്? അതിന് പകരം നമുക്കൊരു വെബ്സൈറ്റ് ഉണ്ടാക്കിക്കൂടെ?
വേണ്ട ആൾക്കാർ വന്നിട്ട് ബുക്ക് ചെയ്ത് അവരെടുത്ത് കൊണ്ടുപോയിക്കോളും. ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി ഭയങ്കര ഫ്രസ്ട്രേഷനിലായിരുന്ന വെർജീനിയ ഒറ്റയടിക്ക് പറഞ്ഞു, നീ നിന്റെ കാര്യം നോക്കിയാൽ മതി, പഠിക്കാനല്ലേ നിന്നെ ഇവിടുന്ന്, ആ പഠിത്തത്തിൽ മാത്രം നീ ശ്രദ്ധിച്ചാൽ മതി, ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാന്ന് പറയാം. ഇത് കേട്ടപ്പോൾ ലാറയ്ക്ക് ഭയങ്കരമായിട്ട് വിഷമാവുകയാണ്. അതുപോലെ തന്നെ അവളുടെ അമ്മ ഈ വെട്ടുകിളികളെ പാക്കറ്റിലാക്കിയിട്ട് ഓരോ കടകളിൽ ചെന്ന് ഇങ്ങനെ വിറ്റ് നടക്കുന്നത് അവൾക്ക് ഒട്ടും ഇഷ്ടമില്ല. ഇപ്പൊ മറ്റൊരു ഭാഗത്ത് നമ്മുടെ ഇളയ ചെറുക്കനുണ്ടല്ലോ ഗ്യാസ്റ്റൻ, അവനൊരു പ്രത്യേക ഹോബി ഉണ്ട്. അവന്റെ അമ്മ വളർത്തുന്ന ഈ വെട്ടുക്കിളികൾ ഉണ്ടല്ലോ, അതിന് ചെറിയൊരു ചില്ലിന്റെ കൂട്ടിലാക്കിയിട്ട് അവൻ അതിനെ വളർത്തുന്നുണ്ട് കേട്ടോ. ഇപ്പൊ എന്തോ ആവശ്യത്തിനായിട്ട് അവൻ ആ ഒരു കൂട്ടിന്റെ ഉള്ളിലേക്ക് കൈയിട്ടപ്പോ കൈ ചെറുതായിട്ടൊന്ന് മുറിയാണ്. അതേ നേരം ആ രക്തം വന്നിട്ട് ഈ വെട്ടുകിളികൾ കുടിക്കുന്നുണ്ട്. ഇത് കണ്ടപ്പോ ഗ്യാസ്റ്റൻ തന്നെ ഞെട്ടിപ്പോണ്, ഇതെന്താ ഈ രക്തമൊക്കെ വന്ന് കുടിക്കുന്നു. അവൻ പിന്നീട് അത് വലിയ കാര്യമാക്കാതെ അമ്മയുടെയും ചേച്ചിയുടെയും കൂടെ നേരെ ടൗണിലേക്ക് പോവാണ് കേട്ടോ. അതായത് പേക്ക് ചെയ്ത ഈ വെട്ടുകിളികളെ ഷോപ്പിൽ കൊടുക്കാനാണ് അവർ ടൗണിലേക്ക് പോയിരിക്കുന്നത്. വെർജീനിയ ടൗണിലെത്തി ആ പെട്ടികളുമായിട്ട് നേരെ ഷോപ്പിലേക്ക് പോകണം. ഇതേ നേരം തന്നെ കാറിലിരിക്കുകയായിരുന്നു ലാറ, അതുപോലെ തന്നെ ഗ്യാസ്റ്റൻ. ഈ സമയത്ത് ലാറയെ കളിയാക്കുന്ന ആ ഒരു പയ്യനുണ്ടല്ലോ, അവൻ അവിടെ ഇരുന്നുകൊണ്ട് അവളെ നോക്കി അങ്ങനെ ചിരിക്കുന്നുണ്ട് കേട്ടോ. ഇപ്പൊ ലാറയ്ക്ക് അങ്ങ് പൊട്ടി എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ദേഷ്യം വന്നു. അവളൊന്നും നോക്കിയില്ല, ഓടിച്ചെന്ന് ഒരൊറ്റ ഇടി കൊടുക്കണം അവന്റെ മൂക്കിനിട്ട്. ഒരു ഇടി കൊണ്ട് വരെ മൂക്കിന് ചോര വന്നു. അടി കൊണ്ട് അവൻ വെറുതെ ഇരിക്കോ, അവൻ തിരിച്ചും അറ്റാക്ക് ചെയ്യാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും ആട്ടി. ഈ സമയത്താണ് വെർജീനിയ അങ്ങോട്ടേക്ക് ഓടി വരുന്നത്. രണ്ടുപേരെയും പിടിച്ചു മാറ്റി ഇപ്പൊ മകളെയും കൂട്ടി നേരെ വീട്ടിലേക്ക് പോകണം. വീട്ടിലേക്ക് പോയവിടെ അവളെ ഒരുപാട് ചീത്ത പറയുന്നുണ്ട്, നീ എന്താണ് നമ്മുടെ അവസ്ഥ അറിയാതെ വെറുതെ ഇങ്ങനെ അലമ്പ് കളിച്ച് നടക്കുന്നത്. എന്നാൽ ലാറ പറയുന്നത്, അമ്മയൊന്നും നിർത്ത് ഈ ഒരു ബിസിനസ്, എന്തൊരു വൃത്തികെട്ട പരിപാടിയാണിത്, ഇത് നമുക്ക് വേണ്ടാന്ന് പറയാണ്. ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ വെർജീനിയ ആകെ ഡിപ്രസ് ആയി പോവുകയാണ്. അതായത് കാശുമില്ല, ബിസിനസ് മര്യാദക്ക് മുന്നോട്ടേക്ക് പോകുന്നില്ല, മക്കളാണെങ്കിൽ ഈ രീതിയിലാണ് പെരുമാറുന്നത്. ഇപ്പൊ കരീമിനെ വിളിച്ചിട്ട് വെർജീനിയ പറയാണ്, കരീമ എങ്ങനെയെങ്കിലും ഒരു ബയർ ഒപ്പിച്ച് കാണാം, കഷ്ടപ്പാടാ, ഭയങ്കര ബുദ്ധിമുട്ടിലാണ്. ഇപ്പൊ കരീം പറയാണ്, നീ പേടിക്കേണ്ട, ഞാനൊരു ബയറുടെ നമ്പർ തരാന്ന് പറയാണ്. അങ്ങനെ ആ നമ്പർ കിട്ടി വെർജീനിയ അയാളെ വിളിക്കുകയാണ്. അയാളോട് കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോ ഇയാള് പകുതി വിലക്ക് വെട്ടുകിളികളെ തരുമെന്ന് ചോദിക്കുകയാണ്. കുറെയൊക്കെ വെർജീനിയ പറഞ്ഞു നോക്കി, ഒരു രക്ഷയില്ല. അങ്ങനെ അവസാനം വെർജീനിയ പറയണ, ഓക്കെ നിങ്ങൾ നാളെ വാ, പറ്റുന്ന കാശ് താന്ന് പറയാണ്. അതുപോലെ തന്നെ ലോറയെ ചീത്ത പറഞ്ഞല്ലേ, അവളുടെ അടുത്തേക്ക് പോകണം, മോളെ വിഷമിക്കുന്നു വേണ്ട, അമ്മയുടെ അവസ്ഥ ഒന്ന് മനസ്സിലാക്ക്, എത്ര നേരം ജോലി ചെയ്യുന്നത്, എത്ര കഷ്ടപ്പെടുന്നുണ്ട്, എന്നിട്ട് യാതൊരു മെച്ചവുമില്ല. ഇനിയിപ്പോ മോള് പറഞ്ഞതുപോലെ തന്നെ ഞാൻ ഇത് ഒഴിവാക്കുകയാണ്, നമ്മുടെ ഫാമും നമ്മുടെ എക്യുപ്മെന്റ്സും എല്ലാം വിറ്റ് ഒഴിവാക്കുകയാണ്. ഇവിടെ നിന്നും നമുക്ക് വേറെ എവിടേക്കെങ്കിലും പോകാം, മോൾക്ക് ഇഷ്ടമല്ല എന്തെങ്കിലും പരിപാടി ചെയ്യാം. ഇത് കേട്ടപ്പോൾ ലാറയ്ക്ക് ഭയങ്കരമായിട്ട് സന്തോഷമാണ്. അതുപോലെ തന്നെ പിറ്റേ ദിവസം രാവിലെ ഇവരുടെ ആ ഒരു ഫാമിൽ ഒരു മരം ഉണ്ട് കേട്ടോ. ആ മരം എന്ന് പറഞ്ഞാൽ ഇവർക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. കാരണം അതിന്റെ ചോട്ടിൽ ചെറിയൊരു ടേബിളും വെച്ച് അവിടുന്ന് ഫുഡ് കഴിക്കലാണ് ഇവരുടെ പ്രധാന ഒരു എന്റർടൈൻമെന്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ചെറുക്കൻ ഗ്യാസ്റ്റൻ ഉണ്ടല്ലോ, അവന്റെ കൂടെ എപ്പോഴും ഒരു വെള്ള ആടുണ്ട്. അത് അവന്റെ അച്ഛൻ അവന് മേടിച്ചു കൊടുത്തതാണ്. അച്ഛന്റെ ഓർമ്മയ്ക്കായിട്ട് അതിനെ അവൻ വളർത്തുന്നത് തന്നെ കേട്ടോ. അതുകൊണ്ട് തന്നെ അതിനോടൊരു ഇമോഷണൽ കണക്ഷൻ അവനുണ്ട്. അവനിക്ക് മാത്രമല്ല, കുടുംബത്തിലെ ബാക്കിയുള്ള രണ്ടുപേർക്കും അതുണ്ട്. എന്തായാലും കുറച്ച് കഴിഞ്ഞപ്പോൾ ഇന്ന് വരാന്ന് പറഞ്ഞ ആ ഒരു ബയർ വന്നിട്ടുണ്ട്. അയാൾ വന്നിട്ട് കുറെ നേരം അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടി നോക്കുകയാണ്, വലിയ താല്പര്യമൊന്നും ഇല്ലാത്തതുപോലെ. എന്നിട്ട് അവസാനം പറയാണ്, കയറ്റി വെക്ക്. ലോഡ് കയറ്റിയതിന് ശേഷം ഇയാള് പറഞ്ഞ വിലയിൽ നിന്നും ഒരുപാട് താത്തിയിട്ട് പറയാണ്. മാത്രമല്ല ക്യാഷ് ഡയറക്റ്റ് ആയിട്ട് കൊടുക്കാതെ ചെക്ക് തരാന്നൊക്കെ പറയാണ്. ഇത് കേട്ട സമയത്ത് വെർജീനിയക്ക് സഹിക്കാൻ പറ്റിയില്ല കേട്ടോ. ഭ്രാന്ത് പിടിക്കുന്നത് പോലെയായിട്ട് അവൾ എന്താക്കി, ആ പെട്ടികൾ മുഴുവൻ താഴേക്ക് വലിച്ചിട്ടിട്ട് ഇയാളോട് പറയാണ്, മര്യാദക്ക് ഇവിടുന്ന് പോയിക്കോ, നിനക്കൊരു തേങ്ങയില്ല ഒരു മാങ്ങയില്ല. അതായത് ഇത്രയും ദിവസം അവളുടെ ഉള്ളിൽ ഒതുക്കി വെച്ച ആ ഒരു ഫ്രസ്ട്രേഷൻ അതങ്ങോട്ട് പുറത്തേക്ക് വരികയാണ്. അവള് പിന്നീട് ആ ഫാമിലേക്ക് ചെല്ലുകയാണ്. ആ ഫ്രസ്ട്രേഷൻ മുഴുവനായിട്ട് തീർക്കുന്നുണ്ട്. അതായത് അവിടെയുള്ള എക്യുപ്മെന്റ്സും ആ വെട്ടുകിളികളുടെ കൂടുകളും ഇതെല്ലാം തല്ലി പൊളിച്ച് കളയാം. ഭ്രാന്ത് പിടിച്ച് ഇതുപോലെ ഓരോന്ന് ചെയ്യുന്ന സമയത്ത് അവൾ പോലും അറിയാതെ അവളുടെ കാലൊന്ന് തെന്നി അവള് വീഴുകയാണ്. വീഴ്ചയിൽ അവിടെ ഉണ്ടായിരുന്ന പലകയിൽ പോയിട്ട് തലയടിക്കുന്നുണ്ട്. ഒരു ഇച്ചിരി ചോര തെറിക്കുന്നുണ്ട്. കയ്യിലും കാലിലൊക്കെ ആയിട്ട് ചെറിയ ചെറിയ മുറിവ് ഉണ്ടാവുന്നുണ്ട്. ഒരു ഇച്ചിരി നേരത്തേക്ക് അവളുടെ ബോധം പോവാണ്. പിന്നീട് ബോധം വന്ന് നോക്കുമ്പോൾ കാണുന്ന കാഴ്ച എന്താണ്, അവളുടെ ദേഹത്ത് മുറിയായില്ലേ, ആ ഭാഗത്ത് ഈ വെട്ടുകിളികൾ വന്നിട്ട് ആ ചോര കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ പലകകളുടെ പല ഭാഗത്തായിട്ട് ഇച്ചിരി ചോരയായിട്ടുണ്ടല്ലോ, അതെല്ലാം പോയിട്ട് ഇറ്റുങ്ങളിങ്ങനെ ഭയങ്കര ആർത്തിയോടെ കഴിക്കുകയാണ്. ഇത് കണ്ട സമയത്ത് വെർജീനിയ ഒന്ന് ഞെട്ടിപ്പോവാണ്. ഇതെന്താ സംഭവം, ഇവറ്റകൾ രക്തമെല്ലാം കുടിക്കുവോ? ചെറിയൊരു ഭയത്തില് അവൾ അവിടുന്ന് വേഗം പോവുകയാണ്. വീട്ടിലേക്ക് വന്ന സമയത്ത് വെർജീനിയ ആകെ ഒരുമാതിരി പേടിച്ചതുപോലെ മക്കൾക്ക് തോന്നുകയാണ്. അതുകൊണ്ട് തന്നെ മക്കൾ ചോദിക്കണം, അമ്മ എന്താ പറ്റിയത്? ഇപ്പൊ വെർജീനിയ പറയണ, ഒന്നുമില്ലാന്ന് പറഞ്ഞിട്ട് വേഗം റൂമിലേക്ക് പോവാണ്. ഇതേ സമയത്തിന് ഇവരുടെ അയൽവാസിയായിട്ടുള്ള ഒരു അപ്പൂപ്പനുണ്ട് കേട്ടോ. ഒരു പാവാണ്. ഇയാളുടെ കൂടെ എപ്പോഴും ഒരു നായ ഉണ്ടാവും. ഈ നായയാണെങ്കിൽ ഇടക്കിടക്ക് വേലി ചാടും. അതായത് നമ്മുടെ വെർജീനിയുടെ കോമ്പൗണ്ടിലേക്ക് വരും. അപ്പോൾ നായയെ കാണാതായാലും അപ്പൂപ്പൻ നേരെ ഇങ്ങോട്ടേക്ക് വരിക. ഒന്ന് അവിടെ ഇവിടെ നോക്കിയാൽ എവിടെന്നെങ്കിലും നായയെ കിട്ടും. നായയെ കൂട്ടിയിട്ട് അപ്പൂപ്പൻ പോകും. ഒരു പാവ അപ്പൂപ്പൻ. അയാൾക്ക് ആകെയുള്ളത് ആ ഒരു നായ മാത്രമാണ്. അങ്ങനെ രാത്രിയായി. ഇപ്പൊ കരീം വന്നിട്ട് വെർജീനിയോട് സോറിയൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. കാരണം കരീം പറഞ്ഞു വിട്ട ബയറാണല്ലോ ഇന്ന് വന്ന് ആ കലമ്പാക്കി പോയത്, ചെറിയ വിലക്ക് സാധനം എടുക്കാൻ നോക്കിയത്. ഇപ്പൊ വെർജീനിയ പറയണത്, അത് കുഴപ്പമൊന്നുമില്ല കരീമേ, ശരി നമുക്ക് നാളെ
ആളെ കാണുമെന്ന് പറഞ്ഞിട്ട് ഭയങ്കര വിഷമത്തില് വെർജീനിയ നേരെ വീട്ടിലേക്ക് പോവാണ്. വീട്ടിലേക്ക് പോകുന്നതിന് മുന്നേ തന്നെ അവൾ ഫാമിലേക്ക് ഒന്ന് നോക്കുന്നുണ്ട്. പക്ഷെ ഫാമിലേക്ക് നോക്കിയ സമയത്ത് ഇതുവരെയായിട്ടും ഇല്ലാത്ത എന്തോ ഒരു വ്യത്യാസം ഫാമിലുള്ളതുപോലെ ഈ വെട്ടുകളികളുണ്ടല്ലോ അവര് വ്യത്യസ്തമായിട്ട് ബിഹേവ് ചെയ്യും. എന്താ വെട്ടുകൾക്ക് പറ്റിയെന്ന് ആലോചിച്ച് അവള് നേരെ വീട്ടിൽ പോയിട്ട് കിടന്നുറങ്ങുകയാണ്. എന്നാൽ അർദ്ധരാത്രിയായ സമയത്ത് ഈ വെട്ടുകളികൾക്ക് ചില മാറ്റങ്ങൾ വരുന്നുണ്ടായിരുന്നു. മ്യൂട്ടേഷൻ, സഡൻ ഹെറിറ്റബിൾ ചേഞ്ച് എന്നൊക്കെ പറയും. അതായത് വെർജീനിയുടെ രക്തം കുടിച്ചതിന് ശേഷം ഇവറ്റകൾക്ക് എന്തൊക്കെയോ DNA-യിൽ മാറ്റം വരുന്നുണ്ട്. ഇവറ്റകൾ അതിന്റെ തൊലിയെല്ലാം അത് പൊഴിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇതൊന്നും വെർജീനിയ അറിയുന്നില്ല. പിറ്റേ ദിവസം രാവിലെ രണ്ട് മക്കളെയും ഫുഡും കാര്യങ്ങളൊക്കെ റെഡിയാക്കി സ്കൂളിലേക്ക് വിട്ടു. ഫാമിലേക്ക് വന്ന് നോക്കിയ വെർജീനിയ ആകെ ഞെട്ടിപ്പോവാണ്. വളരെ കുറച്ച് മാത്രം ഉണ്ടായിരുന്ന വെട്ടുകളികൾ ഇന്ന് നോക്കുമ്പോൾ ഒരുപാട് അധികമായിട്ടുണ്ട്. ആദ്യം അവളൊന്ന് പകച്ചു പോയെങ്കിലും എന്താണ് ഇതിന്റെ കാരണമെന്ന് അവൾക്ക് മനസ്സിലായി. ഇന്നലെ അവറ്റകൾ കുടിച്ച വെർജീനിയയുടെ രക്തം അത് കാരണമാണ് ഇങ്ങനെയായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വെർജീനിയ ഒരു കാര്യം ചെയ്യാണ്. ഇവറ്റകളുടെ ആ ഒരു കൂട്ടിന്റെ ഉള്ളിലേക്ക് കൈ അങ്ങ് വെച്ചു കൊടുക്കുകയാണ്. ഓൾറെഡി കൈയുടെ ഭാഗത്ത് ഓരോ ചെറിയ മുറിവുകൾ ഉണ്ടായിരുന്നു. ഈ മുറിവിലേക്ക് വെട്ടുകിളികൾ വന്നിട്ട് ചോര കുടിക്കാൻ തുടങ്ങുകയാണ് കേട്ടോ. വെർജീനിയക്ക് നന്നായിട്ട് വേദനിക്കുന്നുണ്ട്. എന്നാലും കുറച്ചു നേരം കൈ അങ്ങനെ വെക്കുകയാണ്. പിന്നീട് വീട്ടിലേക്ക് വന്ന് നോക്കുമ്പോൾ അവിടെ ഇവിടെയൊക്കെ മുറിയായിട്ടുണ്ട്. ഇവറ്റകളുടെ ആ ഒരു കൊമ്പെല്ലാം ഇറച്ചിയിൽ കുത്തി നിൽക്കുകയാണ്. കഷ്ടപ്പെട്ട് വേദനിച്ച് അതെല്ലാം വലിച്ചു ഊരിയെടുക്കുകയാണ്. അപ്പോഴേക്കും പിള്ളേര് സ്കൂളിൽ നിന്നും തിരിച്ചു വന്നിട്ടുണ്ട്. എന്നാൽ അവരെ ഈ ഒരു കാര്യമൊന്നും കാണിക്കുന്നില്ല കേട്ടോ. അവർക്ക് ഭക്ഷണം എല്ലാം കൊടുത്ത് വെർജീനിയ ഓരോ ജോലികളൊക്കെ ചെയ്യാണ്. രാത്രിയായിട്ട് നമ്മുടെ ഗ്യാസ്റ്റൻ കെടുക്കാൻ നിൽക്കുമ്പോൾ വെർജീനിയോട് ഒരു കാര്യം ചോദിക്കുന്നുണ്ട്. അമ്മേ, ഇതെന്താ ഇന്ന് വരെ ഇല്ലാത്തൊരു ശബ്ദം ആ ഫാമെന്ന് കേൾക്കുന്നത്, എന്താ പറ്റിയത്? അപ്പൊ വെർജീനിയ പറയുന്നത് അതൊന്നുമില്ല മോനെ, ചിലപ്പോൾ അവറ്റകൾ ഉറങ്ങിയിട്ടുണ്ടാവില്ല, മോൻ എന്തായാലും ഉറങ്ങിക്കോ എന്ന് പറഞ്ഞിട്ട് ഗ്യാസ്റ്റനെ അവൾ ഉറക്കുകയാണ്. എന്നിട്ട് ആ രാത്രിയിൽ വെർജീനിയ കൂടിന്റെ അടുത്തേക്ക് വന്ന് നോക്കുന്നുണ്ട്. അതൊരു വല്ലാത്ത രീതിയിൽ കേട്ടോ. സംതിങ് എന്തോന്ന് സംഭവിക്കാൻ പോവാന്ന് ആ നോട്ടത്തിൽ നമ്മൾക്ക് മനസ്സിലാവും. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ എപ്പോഴത്തെയും പോലെ ചുമ്മാ അങ്ങ് ഫാമിൽ ചെന്ന് കയറാതെ തേനീച്ച കർഷകർ ഇടുന്ന ആ ഒരു ടൈപ്പിലെ ഡ്രസ്സ് ഉണ്ടല്ലോ അതുപോലത്തെ ഒന്നിട്ട് അവൾ നേരെ ആ ഒരു ഫാമിന്റെ ഉള്ളിലേക്ക് കയറുകയാണ്. കയറി നോക്കുന്ന സമയത്ത് കാണുന്ന കാഴ്ച എന്താ, ഒരുപാട് മുട്ടകൾ, അതുപോലെ തന്നെ ഒരുപാടധികം വെട്ടുകിളികൾ. ഒറ്റ രാത്രി കൊണ്ടാണ് ഇത് സംഭവിച്ചിരിക്കുന്നത്. എന്താണ് ഇതിന്റെ കാരണം എന്ന് വ്യക്തമായിട്ട് തന്നെ വെർജീനിയക്ക് അറിയാം. അവളുടെ രക്തം, ആ രക്തം ഇവറ്റകൾ കുടിച്ചതുകൊണ്ടാണ് ഇങ്ങനെയായത്. അതുപോലെ തന്നെ ഇവിടെ ഇപ്പൊ വേറൊരു പ്രശ്നമുണ്ട്. ഈ ചെറിയ കൂട്ടിൽ ഇനി ഇവറ്റകളെ വളർത്താൻ കഴിയില്ല. മറ്റൊരു വലിയ കൂടുകൂടെ ഇനി വേണം. ഒറ്റയ്ക്ക് അങ്ങനെ ഒന്നും ഉണ്ടാക്കാൻ കഴിയാത്തത് കൊണ്ട് തന്നെ അവളുടെ കൂട്ടുകാരനായിട്ടുള്ള കരീമിനെ കൂടെ വിളിക്കണം. അങ്ങനെ രണ്ടുപേരും കൂടെ ചേർന്നുകൊണ്ട് ഇതുപോലെ 2 ഫാമുകൾ ഉണ്ടാക്കുകയാണ്. വൈകുന്നേരം സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് ലാറ കാണുന്ന കാഴ്ച എന്താ, ഒന്നിന് പകരം ഇപ്പൊ 3 കൂടുകളാണ്. അവൾക്കാകെ ദേഷ്യം വന്നു. അതായത് ഇതെല്ലാം വിറ്റൊഴിവാക്കി ഇവിടുന്ന് പോകുകയാണെന്ന് അമ്മ പറഞ്ഞല്ലേ. എന്നിട്ട് ഇപ്പൊ കാണിക്കുന്നതോ ഈ കൃഷി കൂടുതലായിട്ട് വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭയങ്കര ദേഷ്യം വന്ന് അവള് വീട്ടിലേക്ക് പോകണം. എന്നാൽ ഇളയ മകനായിട്ടുള്ള ഗസ്റ്റിനുണ്ടല്ലോ, അവനിക്ക് ഇതിലൊക്കെ നല്ല താല്പര്യമാണ്. ഇപ്പൊ അവൻ അങ്ങോട്ടേക്ക് വന്ന് നോക്കിയിട്ട്, അമ്മേ ഇവറ്റകൾ ഇപ്പൊ എന്ത് അധികമായിട്ടാണ് വളർന്നിരിക്കുന്നത്, നല്ല വലുപ്പമുണ്ടല്ലേ അമ്മേ, ഇതും ഞാൻ ഒറ്റൊന്നിനെ എടുത്തോട്ടെ എന്ന് ചോദിക്കുകയാണ്. ആ സമയത്ത് വെർജീനിയ പറയണം, ഓക്കെ ഒരെണ്ണത്തിനെടുത്തോ, പക്ഷേ ഞാൻ ഇല്ലാത്ത സമയത്ത് ഒരു കാരണവശാലും ഈ കൂട്ടിലേക്ക് നീ വരാൻ പാടില്ല കേട്ടോ. എന്തായാലും പിന്നീട് അമ്മ പറഞ്ഞതുപോലെ തന്നെ അവൻ അതിന്നിപ്പോ ഒരെണ്ണത്തിനെടുത്ത് അവന്റെ ആ ഒരു കൂട്ടിലേക്ക് അതിനെ കൊണ്ട് ഇട്ടു കൊടുക്കുകയാണ്. അതായത് വീട്ടിന്റെ ഉള്ളിൽ ഉണ്ടായിരുന്ന ആ ഒരു ഗ്ലാസ് കൊണ്ടുണ്ടാക്കിയ ആ ചെറിയ കൂടുണ്ടല്ലോ അതിലേക്ക് തന്നെ. അങ്ങനെ രാത്രിയായി 3 പേര് ഇരുന്ന് ഭക്ഷണം കഴിക്കുകയാണ്. എന്നാൽ ലാറ ഒരക്ഷരം മിണ്ടുന്നില്ല കേട്ടോ. ഇതേ നേരം അവിടുത്തെ ആ ഒരു ടേബിളിൽ പുതുതായിട്ടുണ്ടായിരുന്ന വെട്ടുകിളികളെ ഒരു ചെറിയ പാക്കറ്റിലാക്കി വെച്ചിട്ടുണ്ട്. ഒരു ബോക്സ് ആണ്. പുതിയ വെട്ടുകിളികൾ, അതിന്റെ സ്വഭാവം അറിയാലോ, കുറച്ച് അഗ്രസീവാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു കൂടിൽ നിന്നും പുറത്തേക്ക്, പെട്ടിയിൽ നിന്നും പുറത്തേക്ക് കടക്കാനായിട്ട് അവറ്റകൾ ഇങ്ങനെ ശ്രമിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു കൂട് ഭയങ്കരമായിട്ട് ഇളകുകയാണ്. ഇത് കണ്ട് ലാറയ്ക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വന്നു. അവൾ ആ ഒരു പെട്ടിക്കിട്ട് ഒരേറ്റ കുത്തു കൊടുക്കുകയാണ്. വെർജീനിയ ഒന്നും പറഞ്ഞില്ല. എന്നാൽ ഗ്യാസ്റ്റൻ പറയണ, ചേച്ചിക്ക് എന്താ പ്രാന്തായോ? അവളൊന്നും മിണ്ടാതെ അങ്ങനെ ഇരിക്കുകയാണ്. ഈ സമയത്ത് വെർജീനിയ പറയണം, മോളെ നീ ഒരു കാര്യം മനസ്സിലാക്കണം. നമ്മളിപ്പോ ഈ കഴിക്കുന്ന ഭക്ഷണം, നീ ഇട്ടിരിക്കുന്ന വസ്ത്രം, നിങ്ങളുടെ പഠിപ്പ്, ഇതെല്ലാം മുന്നോട്ടേക്ക് പോകുന്നത് ഇതിനെ വിറ്റുകൊണ്ടുണ്ടാക്കുന്ന കാശ് കൊണ്ടാണ്. അതുകൊണ്ട് ഇവറ്റകളോട് ഇത്ര പുച്ഛമൊന്നും വേണ്ട. ശരിയല്ലേ വെർജീനിയ പറഞ്ഞത്? ചില മക്കളുണ്ട് അച്ഛന്റെയും അമ്മയുടെയും അവസ്ഥ എന്താന്ന് പോലും നോക്കാതെ അവരുടെ ഒരു വൃത്തികെട്ട രീതിയിലുള്ള പെരുമാറ്റം. പണ്ട് എൻ്റെ ഫാദർ ഒരു കാർ എടുക്കാൻ പോയി. കാർ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ഒരുപാട് എക്സ്പെക്ട് ചെയ്തു കേട്ടോ. അവസാനം വന്ന് നോക്കുമ്പോൾ ഒരു 800 ആയിരുന്നു. മാരുതി 800. എനിക്കത് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. ഇങ്ങനത്തെ വണ്ടിയൊന്നും വേണ്ടാതൊക്കെ പറഞ്ഞിട്ട് ആകെ കൂടി ഒരു മോശം ബിഹേവിയർ ആയിരുന്നു ആ ഒരു സമയത്ത്. കാരണം കാർ എന്നൊക്കെ പറയുമ്പോൾ കുറച്ച് വലുപ്പമൊക്കെ വേണ്ടേ. ചെറിയ പ്രായത്തിൽ അങ്ങനെ ഒരു മൈൻഡ് സെറ്റ് ആയിരുന്നു. പക്ഷെ അധികം വൈകാതെ തന്നെ റിയാലിറ്റി എന്താണെന്ന് മനസ്സിലായ കേട്ടോ. അതായത് അവരെ കൊണ്ട് മേടിക്കാൻ പറ്റുന്നതല്ലേ മേടിക്കാൻ പറ്റുള്ളൂ. ഒരു കഥയും ബോധം ഇല്ലാതെ ഇത് പറ്റില്ല അത് മതി എന്നൊക്കെ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ. പക്ഷെ പോകെ എനിക്ക് ആ ഒരു വണ്ടി ഭയങ്കരമായിട്ട് ഇഷ്ടമായി കേട്ടോ. ഇപ്പൊ ഒരുപാട് വർഷങ്ങളായി. ഇപ്പൊ ആ ഒരു വണ്ടി എന്റെ വീട്ടിലില്ല. പക്ഷെ ഇപ്പൊ ഞാൻ വല്ലാതെ ആ ഒരു വണ്ടി മിസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, എന്തായാലും ഇതവിടെ കിട്ടെ, നമുക്ക് കഥയിലേക്ക് തിരിച്ചു വരാം. അതായത് ഇവരിവിടെ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് നമ്മുടെ ഗ്യാസ്റ്റൻ അവന്റെ കൂട്ടിലേക്ക് പിടിച്ചു കൊണ്ടുവന്നിട്ട ആ പുതിയ വെട്ടുകിളി ഉണ്ടല്ലോ, അവൻ എന്താ ചെയ്യുന്നതെന്നറിയോ? ഓൾറെഡി അതിലുണ്ടായിരുന്ന ആ ചെറിയ വെട്ടുകിളികളെ കൊന്ന് അതിനെ തിന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് ഇതിനൊരു കാനിബൽ ബിഹേവിയർ ആണ്. സ്വന്തം കൂട്ടക്കാരെ തന്നെ കൊന്നു തിന്നുന്ന അങ്ങനെ ഒരു ബിഹേവിയർ. അങ്ങനെയുള്ള ഈ ജീവികൾ വേറെ ആരെ വേണമെങ്കിലും കൊന്നു തിന്നുവല്ലോ. സോ
ഒരു കാര്യം ഉറപ്പാണ്, ഇവറ്റകൾ എക്സ്ട്രീംലി ഡേഞ്ചർ ആണ്. അങ്ങനെ പിള്ളേര് ഭക്ഷണം കഴിച്ച് അവർ കിടന്നുറങ്ങിയെന്ന് ഉറപ്പായതിനു ശേഷം വെർജീനിയ എന്താ ചെയ്യുന്നതെന്നറിയോ? രാത്രിയിൽ നേരെ ഫാമിലേക്ക് പോവാണ്. അവറ്റകൾക്ക് ചില കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. ഇതിനു ശേഷം അവളുടെ വസ്ത്രമെല്ലാം ഊരിയിട്ട് നേരെ ഫാമിന്റെ ഉള്ളിൽ പോയിരിക്കുകയാണ്. തലയുടെ ഭാഗം മാത്രം കവർ ചെയ്തു. നഗ്നമായ അവളുടെ ശരീരത്തിലേക്ക് ഈ ഒരു വെട്ടുകിളികൾ വന്നിരിക്കുകയാണ്. പിന്നെ എന്ത് ചെയ്യുമെന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ. ദയനീയമായിട്ടുള്ള അവളുടെ ആ ഒരു ശബ്ദവും കേൾക്കുന്നുണ്ട് കേട്ടോ. ഓരോ മനുഷ്യർ ജീവിക്കാനായിട്ട് എന്തൊക്കെയാ ചെയ്യുന്നതല്ലേ. കുറച്ചു നേരം കഴിഞ്ഞിട്ട് അവൾ ആ ഒരു ഫാമിൽ നിന്ന് പുറത്തേക്ക് വരികയാണ്. നേരെ കരീമിന്റെ അടുത്തേക്ക് പോയിട്ട് ഒരു കാര്യം പറയാണ്, നല്ല ബയേഴ്സ് ഉണ്ടെങ്കിൽ നീ ഇങ്ങോട്ടേക്ക് വിട്ടോ, സാധനം റെഡിയാണെന്ന് പറയാണ്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെയായി. ഇന്ന് കുറേയധികം ബയേഴ്സ് വരും. അപ്പൊ അവർക്ക് വേണ്ട കുറേയധികം വെട്ടുകിളികളെ അവൾ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഇവറ്റകൾ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. കുറേയധികം ബക്കറ്റുകൾ വെച്ച് അതിൽ നിറച്ചാണ് കൊണ്ടുപോകുന്നത്. അപ്പൊ തന്നെ ആലോചിച്ചൂടെ അവർ പ്രൊഡക്ഷൻ എത്രത്തോളം ഉണ്ടെന്ന്. അതുപോലെ തന്നെ ഒരു സമയത്ത് ഒരു മുട്ട വന്നിട്ട് ഒട്ടോ റേറ്റ് കൊടുക്കാതെ സാധനം എടുത്ത് പോകാൻ നോക്കില്ലേ. അയാൾ ഇപ്പോൾ വന്നിട്ട് അതിന്റെ ആ ഒരു ക്വാളിറ്റിയും അതിന്റെ ആ ഒരു സൈസ് എല്ലാം കണ്ടിട്ട് പറയണം, ഓക്കെ ഇത് മതി, പറഞ്ഞ വിലക്ക് അയാൾ എടുത്തിട്ട് പോവാണ്. ഇനിയും ഒരുപാടധികം ബയേഴ്സിന് ഇയാൾ കൊണ്ടുവരാന്ന് പറയാം. അങ്ങനെ കച്ചവടം നല്ല രീതിയിൽ പൊടി പൊടിക്കാൻ തുടങ്ങി. ഇപ്പൊ വെർജീനിയയുടെ കയ്യിൽ നല്ല കാശും വരാൻ തുടങ്ങി. ഇനി ഇങ്ങനെ ചെറിയ 2-3 കൂടാരം വെച്ചിട്ട് കാര്യമില്ല, ഫാം ഇനിയും വലുതാക്കണം. അതുകൊണ്ട് തന്നെ ഫാം അത്യാവശ്യം നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം അയൽവാസിയായ നമ്മുടെ അപ്പൂപ്പൻ കാണുന്നുണ്ട്. അപ്പൂപ്പൻ എങ്ങനെ വിചാരിക്കണേ, ഒറ്റയടിക്ക് ഇത്ര പെട്ടെന്ന് എങ്ങനെയാണ് ഈ ഫാം ഇത്രയധികം ഇവൾ ഈ വലുതാക്കുന്നത്? എന്തപ്പോ ഇതിന്റെ പിന്നിൽ ഗുട്ടൻസ്? ആർക്കും ഇതിന്റെ പിന്നിൽ ആ ഒരു രഹസ്യം അറിയില്ല. അത് വെർജീനിയയ്ക്ക് മാത്രമേ അറിയുള്ളൂ. രക്തം, മനുഷ്യരക്തമാണ് ഇവറ്റകളെ ഇത്രയധികം നല്ല രീതിയിൽ വളരാൻ സഹായിക്കുന്നത്. എന്നാൽ എപ്പോഴും വെർജീനിയയ്ക്ക് അവളുടെ രക്തം തന്നെ കൊടുത്തുകൊണ്ട് ഈ ഫാം ഇത്രയധികം ഡെവലപ്പ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അതുകൊണ്ട് തന്നെ ബ്ലഡ് ബാങ്കിൽ നിന്നും 40-50 ലിറ്റർ രക്തമാണ് അവൾ മേടിക്കുന്നത്. എന്നിട്ട് ആ രക്തത്തിൽ ഇതിന്റെ ഫുഡ് ഉണ്ടല്ലോ അതെല്ലാം മിക്സ് ചെയ്തിട്ട് അതൊരു ജെല്ലി പോലെ ആക്കിയിട്ട് ഇതിന് കൊടുക്കുകയാണ്. അതായത് അത്യാവശ്യം നല്ല രീതിയിൽ ടപ്പേ എന്ന് പറഞ്ഞിട്ടാണ് ബിസിനസ് ഇങ്ങനെ ഒറ്റയടിക്ക് ഗ്രോ ആയി മേലേക്ക് പോകുന്നത്. ഒരു ദിവസം ഈ വെർജീനിയയുടെ മകളുണ്ടല്ലോ ലാറ, ആ ഫാമിന്റെ അരികിൽ നിന്ന് ഹെഡ്സെറ്റ് വെച്ച് പാട്ടിങ്ങനെ കേൾക്കുകയാണ്. എന്നാൽ ആ പാട്ടിന്റെ ശബ്ദത്തിനേക്കാൾ ഉപരിയായിട്ട് ഫാമിലുണ്ടായിരുന്ന ഈ വെട്ടുകളുടെ ആ ഒരു മൂളൊക്കെ ഉണ്ടല്ലോ അത് കേട്ട് അവൾക്ക് ഭയങ്കരമായിട്ട് ഡിസ്റ്റർബ് ആവുകയാണ്. ഇതേ സമയത്തിന് പിറകിൽ നിന്നും അവളുടെ അമ്മ വിളിക്കുന്നുണ്ട്. ഈ ശബ്ദത്തിൽ അവൾക്കത് കേൾക്കാൻ പോലും പറ്റുന്നില്ല. പിന്നെ വന്ന് തട്ടി വിളിച്ചപ്പോഴാണ് ലോറ അറിയുന്നത് തന്നെ. അതായത് അവിടെ ചെറിയ പണി ഉണ്ടായിരുന്നു, ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വെർജീനിയ വിളിച്ചത്. അങ്ങനെ ലോറ അങ്ങോട്ടേക്ക് ചെല്ലുകയാണ്. അവൾക്ക് യാതൊരു താല്പര്യമില്ല, വെറുതെ ഒരു താല്പര്യമില്ലാതെ അമ്മയുടെ കൂടെ ആ ജോലിയൊക്കെ ചെയ്യുന്നുണ്ട്. ഈ ജോലിയെല്ലാം ചെയ്തു കഴിഞ്ഞ് ചുമ്മാ ഒന്ന് റെസ്റ്റ് എടുക്കാനായിട്ട് അവൾ പാട്ടും കേട്ടിരിക്കുന്ന സമയത്ത് അവളുടെ ഒരു കൂട്ടുകാരൻ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് കേട്ടോ. ചുമ്മാ ഓരോ കാര്യങ്ങൾ സംസാരിക്കുന്നതിനിടയിൽ ഇവൻ പറയുന്നുണ്ട്, നിന്റെ അമ്മയുടെ ആ ഒരു ബിസിനസ് ഒക്കെ അടിപൊളിയായിട്ട് പോകുന്നുണ്ടല്ലേ. അതുപോലെ തന്നെ ഈ വെട്ടുകിളികളുണ്ടല്ലോ ഇതിന്റെ ആ ഒരു മുളക്കം അങ്ങ് വരെ കേൾക്കുന്നുണ്ട്. ഇത് കേട്ട സമയത്ത് ലാറിയെ ഭയങ്കരമായിട്ട് ദേഷ്യം വരികയാണ്. അവൾ അവിടുന്ന് ചാടി എഴുന്നേറ്റ് ഒരു കത്തിയെടുത്ത് ഒരു ഫാമിന്റെ ഉള്ളിലേക്ക് പോയിട്ട് അതിന്റെ ഉള്ളിൽ ചെറിയൊരു കൂട് ഒന്ന് പൊട്ടിച്ചു കളയാണ്. ദേഷ്യത്തിൽ ചെയ്തതാണ്. കൂട് പൊട്ടിയതോട് കൂടിയിട്ട് ഇവറ്റകളെല്ലാം കൂടെ പുറത്തേക്ക് അങ്ങോട്ട് പാറി പറന്നു പോവാണ്. ഇതേ സമയത്തിന് ആ ഫാമിന്റെ മറ്റൊരു ഭാഗത്ത് നമ്മുടെ ഗസ്റ്റൻ അവന്റെ ആടുമായിട്ട് അങ്ങനെ ഇരുന്ന് ചുമ്മാ ഓരോ ജോലികൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഈ സമയത്ത് വല്ലാത്തൊരു മൂളക്കം അവനും കേൾക്കാൻ പറ്റുന്നുണ്ട്. നോക്കുമ്പോൾ കാറിന്റെ കണ്ണാടിയിൽ വന്നിട്ട് ഒരു വെട്ടുകിളി വീഴുകയാണ്. അതിന്റെ ആ ഒരു വലുപ്പവും സൈസും അതുപോലെ തന്നെ ഷേപ്പും എല്ലാം വെച്ച് നോക്കിയപ്പോൾ തന്നെ അവന് മനസ്സിലായി ഇത് അമ്മയുടെ ഫാമിലെ വെട്ടുകിളികളാണല്ലോ. ഇതെന്താ ഇങ്ങോട്ടേക്ക് വന്ന് വീഴുന്നത്? അധിക നേരമൊന്നും അവന് ആലോചിക്കാൻ സമയം കിട്ടിയില്ല കേട്ടോ. അപ്പോഴേക്കും ഒരുപാടധികം വെട്ടുകിളികൾ അവന്റെ ആ ഒരു കാറിനെ വന്ന് പൊതിയാണ്. പേടിച്ചു പോയ ഗസ്റ്റൻ കാറിന്റെ ഉള്ളിലേക്ക് ചില്ലെല്ലാം പൊന്തിച്ച് സേഫായിട്ട് പേടിച്ചരണ്ടങ്ങിരിക്കുകയാണ്. എന്നാൽ ഇതേ നേരത്തെ തന്നെ ആ കാറിന്റെ പിന്നിൽ കെട്ടിയിട്ടിട്ടുണ്ടായിരുന്ന അവന്റെ ആ ഒരു വെള്ള ആടുണ്ടല്ലോ അതിന്റെ ആ ഒരു കയറുകൾ പതിയെ പൊട്ടാൻ തുടങ്ങുകയാണ്. ആ ആടിനെ ഈ വെട്ടുകിളികൾ പൊതിയുന്നുണ്ട് കേട്ടോ. എന്തായാലും കിട്ടിയ ഗ്യാപ്പിന് നമ്മുടെ ഗസ്റ്റൻ അവിടുന്ന് ഇറങ്ങി ഓടുന്നുണ്ട്. ആ സമയത്താണ് വെർജീനിയ അങ്ങോട്ടേക്ക് വന്നത്. ഗ്യാസ്റ്റിന് അമ്മയെ കണ്ട പാട് തന്നെ ഈ കാര്യങ്ങൾ പറയണം കേട്ടോ. അതായത് വെട്ടുകിളികൾ കൂട്ടമായിട്ട് വന്നിട്ടുണ്ട്, അതുപോലെ അവന്റെ ആടിനെ കാണാനില്ല എന്നും. ഇപ്പൊ അവിടെ ഉണ്ടായിരുന്ന ലാറയോടും അതുപോലെ തന്നെ ഗസ്റ്റിനോടും വേഗം വീട്ടിന്റെ ഉള്ളിൽ പോയിട്ട് ഇരിക്കാൻ വേണ്ടി പറയണം. കാരണം ഇത് എത്രത്തോളം ഡേഞ്ചർ ആണെന്ന് വെർജീനിയയ്ക്ക് നന്നായിട്ട് അറിയാം. അങ്ങനെ അവൾ ആ ഒരു ഫാം മുഴുവനായിട്ട് മരിച്ച് പരിശോധിക്കുകയാണ്. കുറച്ച് ദൂരം മുന്നോട്ടേക്ക് ചെന്നപ്പോൾ എല്ലും തോലുമായി കിടക്കുന്ന ഒരു ജീവിയെ കാണുകയാണ് കേട്ടോ. അത് നമ്മുടെ ഗസ്റ്റിന്റെ ആടായിരുന്നു. ആ ആടിനെ ഈ വെട്ടുകിളികൾ പിച്ചി ചീന്തി കാർന്ന് തിന്നിട്ടുണ്ട്. അങ്ങനെ ആക്കി വെച്ചിരിക്കുകയാണ് അതിന്റെ ആ ഒരു ശരീരം. ഇത് കണ്ട സമയത്ത് വെർജീനിയ ആകെ ഞെട്ടുന്നുണ്ട്. ഗസ്റ്റിനോട് ഈ കാര്യം പോയി പറയാൻ പറ്റുമോ? അവനാകെ പ്രാന്ത് പിടിക്കില്ലേ? എന്തായാലും വീട്ടിലേക്ക് തിരിച്ചെത്തിയ പാടിന് വെർജീനിയോട് ഗസ്റ്റിൻ ചോദിക്കുന്നുണ്ട്, അമ്മ എന്തായി ആടിനെ കണ്ടോന്ന്. എന്നാൽ കണ്ടിട്ടില്ല എന്ന് വെർജീനിയ നുണ പറയാണ്. അവനോട് സത്യം പറയാൻ പറ്റുമോ? എന്തായാലും ആടിനെ കാണാത്ത ആ ഒരു സങ്കടത്തിലേക്ക് കരഞ്ഞുകൊണ്ട് അവൻ അവന്റെ റൂമിലേക്ക് പോവാണ്. എന്നാൽ ഒരു സംശയം തോന്നിയ വെർജീനിയ നേരെ ലാറയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. എന്നാൽ ലാറ പതിയെ ഒഴിഞ്ഞു മാറാൻ നോക്കുന്നുണ്ട്. എന്നാൽ അവളെ പിടിച്ച് വെർജീനിയ ചോദിക്കുകയാണ്, സത്യം പറയട്ടെ, നീ എന്താ ചെയ്തത്? ദേഷ്യത്തിൽ ലാറയും തുറന്നങ്ങ് പറഞ്ഞു, എനിക്ക് ഇവറ്റകൾ ഇഷ്ടമില്ല, ഞാൻ തന്നെയാണ് ഇത് ചെയ്തത്, ഇനിയും ചെയ്യുന്നു പറയണം. ഇത് കേട്ട് ദേഷ്യം വന്ന വെർജീനിയ അവളെ വലിച്ചുകൊണ്ട് റൂമിൽ പോയിട്ട് നല്ല പെട കൊടുക്കുന്നുണ്ട് കേട്ടോ. കാരണം ചെറിയ തെമ്മാടിത്തരൊന്നും അല്ല അവളിപ്പോ ചെയ്തിരിക്കുന്നത്. പണിഷ്മെന്റ്
കിട്ടേണ്ട കുറ്റം തന്നെയാണ് ചെയ്തിരിക്കുന്നത്. പിന്നീട് കുറച്ച് കഴിഞ്ഞപ്പോൾ ഗസ്റ്റിനെ ഒന്ന് സമാധാനിപ്പിക്കാനായിട്ട് അവനെയും കയറ്റിയിട്ട് നേരെ ആടിനും തപ്പി അങ്ങനെ വെർജീനിയ ഇറങ്ങുകയാണ്. അവനിങ്ങനെ ഓരോ സ്ഥലത്ത് പോയി തപ്പുന്ന സമയത്ത് വെർജീനിയ അവളധികം നോക്കുന്നില്ല. അവളിങ്ങനെ കരച്ചിൽ വന്നിട്ട് അതിങ്ങനെ പിടിച്ചു നിൽക്കുകയാണ്. കാരണം ആ ആട് എന്ന് പറയുന്നത് അത് വെറും ഒരു ജീവിയല്ല, അതുമായിട്ട് ഒരു ഇമോഷണൽ കണക്ഷൻ ഇവർക്ക് എല്ലാവർക്കും ഉണ്ട്. പിന്നെ ആടിനെ കാണാത്തതുകൊണ്ട് തന്നെ തിരിച്ചു വരികയാണ് കേട്ടോ. അതുപോലെ വീട്ടിലെത്തിയ സമയത്ത് എല്ലാവരും ആകെ സൈലന്റ്, ആരും അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടുന്നില്ല. 1-2 ദിവസം ഇങ്ങനെ അങ്ങ് പോവാണ്. അപ്പോൾ ഒരു ദിവസം വെർജീനിയ പറയാണ്, ലാറ നമുക്കൊരു കാര്യം ചെയ്താലോ, ചെറിയൊരു ഡ്രൈവിന് പോയാലോ, ഒരു ഫാമിലി ട്രിപ്പ്, നമുക്ക് നേരെ ബീച്ച് സൈഡിലേക്ക് പോകാന്ന് പറയണം. അങ്ങനെ മക്കളെയും കൂട്ടിയിട്ട് ഇപ്പൊ വെർജീനിയ നേരെ ബീച്ചിലേക്ക് പോവാണ്. അവിടെ കളിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഗ്യാസിനെ വിളിച്ചിട്ട് വെർജീനിയ പറയാണ്, മോനെ നിനക്ക് നല്ലൊരു അടിപൊളിയായിട്ടുള്ള സ്ഥലത്ത് ഫുട്ബോൾ കോച്ചിങ്ങിന് വേണ്ടി പോകണ്ടേ, അമ്മ അത് ശരിയാക്കി തരാടെന്ന് പറയുന്നത്. ഇത് കേട്ടപ്പോൾ ഗ്യാസിന് ഭയങ്കരമായിട്ട് സന്തോഷമാവാണ്. കാരണം അത് അവന്റെ ഒരു പാഷനായിട്ടുള്ള കാര്യമാണ്. അവൻ പോയി കഴിഞ്ഞപ്പോൾ ഇപ്പൊ വെർജീനിയ ലാറയോട് സോറി പറയാണ്, എടി ആ ദേഷ്യത്തിൽ അമ്മ അങ്ങനെ അടിച്ചു പോയതാണ്, ക്ഷമിക്ക്. എന്നാൽ ഈ സമയത്ത് അമ്മയുടെ കാലിലെ ആ ഒരു മുറിവ് ലാറ ശ്രദ്ധിക്കുന്നുണ്ട്. എന്നാൽ അതിനെക്കുറിച്ചൊന്നും അവൾ ചോദിക്കുന്നില്ല. പിന്നീട് അന്നത്തെ ആ ഒരു ട്രിപ്പെല്ലാം 3 പേരും അടിച്ചു പൊളിച്ച് നേരെ വീട്ടിലേക്ക് വരികയാണ്. വീട്ടിലേക്ക് വരുന്ന സമയത്ത് ഫാമില് ഒരു സ്കൂട്ടിയുമായിട്ട് നമ്മുടെ കരീം അങ്ങനെ നിൽക്കുകയാണ്. ഇത് കണ്ട് ലാറ ആകെ ഞെട്ടിപ്പോയി. അവള് കാറിന്ന് പുറത്തേക്ക് ഇറങ്ങി വന്നപ്പോ ഇപ്പൊ കരീം ആ ഒരു സ്കൂട്ടിയുടെ ചാവി അവൾക്ക് കൊടുക്കണം. ഇത് നിന്റെയാന്ന് പറയണം. കയ്യിൽ കിട്ടിയ പാടിനെ ഭയങ്കര സന്തോഷത്തില് കരീമങ്കിൾ താങ്ക്സ് എന്ന് പറയുന്നുണ്ട്. എന്നാൽ ഇപ്പോ കരീം പറയാണ്, ഇത് ഞാൻ മേടിച്ചു തന്നൊന്നല്ല, നിന്റെ അമ്മ നിനക്കായിട്ട് തന്ന ഗിഫ്റ്റ് ആണ്, അതുകൊണ്ട് അമ്മയോട് തന്നെ നന്ദി പറഞ്ഞേക്കെന്ന് പറയാണ്. അങ്ങനെ ലാറ ഇപ്പോ അമ്മയുടെ അടുത്തേക്ക് ചെന്നിട്ട്, അമ്മ താങ്ക്സ് ഉണ്ട് കേട്ടോ, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് അവൾ വേഗം തന്നെ ഒരു റൈഡിന് പോവാണ്. 2 റൗണ്ട് അവൾ ഓടിച്ചു വന്നു കേട്ടോ. എന്തായാലും അവൾക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അന്ന് രാത്രി വെർജീനിയും കരീമും ചെറുതായിട്ടൊന്ന് കൂടുന്നുണ്ട് കേട്ടോ. ഒരു ഇച്ചിരി ഗിലി ചിക്കനും അതുപോലെ തന്നെ ഒരു ഇച്ചിരി വൈനൊക്കെ കുടിച്ചുകൊണ്ട് അവരൊന്ന് ആഘോഷിക്കുകയാണ്. കാരണം വെർജീനിയയുടെ ബിസിനസ് ഒക്കെ നല്ല രീതിയിൽ മുന്നോട്ട് പോവാ, അവൾ കൊടുത്ത പാർട്ടിയാണ്. അങ്ങനെ ഒരു ഘട്ടത്തിൽ ഇവരുടെ ഫ്രണ്ട്ഷിപ്പ് അത് മറ്റൊരു രീതിയിൽ മറ്റൊരു റിലേഷനിലേക്ക് പോവുകയാണ്. എന്നാൽ ലാസ്റ്റ് സമയത്ത് വെർജീനിയക്ക് തോന്നുകയാണ്, വേണ്ട ഇത് തെറ്റാണ്. കരീമിനോട് സോറി പറഞ്ഞ് വെർജീനിയ അവിടുന്ന് പോവാണ് കേട്ടോ. ഒന്നും സംഭവിച്ചില്ല. അങ്ങനെ ദിവസങ്ങൾ മുന്നോട്ടേക്ക് പോകണം. അവളുടെ ബിസിനസ് വലിയ കുഴപ്പമൊന്നുമില്ലാതെ നല്ല രീതിയിൽ മുന്നോട്ടേക്ക് പോകുന്നുണ്ട്. അത്യാവശ്യം നല്ല കാശും വരുന്നുണ്ട്. അത്യാവശ്യം നല്ല കാശും ബിസിനസ്സും വരുന്ന സമയത്ത് കൂടെ വരുന്ന മറ്റൊരാൾ കൂടെ ഉണ്ടല്ലോ. ആരാണത്? സ്ട്രെസ്, ടെൻഷൻ. പല ഭാഗത്തു നിന്നും വെർജീനിയ ഓർഡർ പിടിച്ചിട്ടുണ്ട്. എന്നാൽ അവരൊന്നും ഓർഡർ കറക്റ്റ് സമയത്ത് എത്താത്തത് കൊണ്ട് വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവര് ബിസിനസ് റൺ ചെയ്യുമ്പോൾ എന്തായാലും കുറച്ചധികം ടെൻഷനും പ്രഷറൊക്കെ ഉണ്ടാവുമല്ലോ. പക്ഷെ എല്ലാം കൂടെ വെർജീനിയ ഒറ്റയ്ക്ക് തന്നെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അവൾക്കാകെ ഭ്രാന്ത് പിടിക്കുകയാണ്. മാത്രമല്ല ഇവറ്റകളെ വളർത്താനായിട്ടുള്ള കൂടുകൾ ഇനിയും വേണം. സോ കൂടുകളൊക്കെ അതിന്റെ ആൾക്കാർ വന്നിട്ട് ഉണ്ടാക്കുന്നുണ്ട്. പക്ഷെ അവരുടെ ആ ഒരു ഫാമിൽ ഇനി സ്ഥലമില്ലാത്തതുകൊണ്ട് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ വെർജീനിയ അവരുടെ ഫാമിലിയിലെ ഒരു അംഗത്തെ പോലെ കാണുന്ന ആ ഒരു മരം ഉണ്ടല്ലോ, ഇവർ ഇടയ്ക്കിടയ്ക്ക് പോയിരുന്ന് ഭക്ഷണം കഴിക്കുന്നത് ആ മരത്തിന്റെ ചോട്ടിൽ വെച്ചാണ്. ആ മരം മുറിക്കാനായിട്ട് മിഷീനുമായിട്ട് അങ്ങോട്ടേക്ക് ചെല്ലുകയാണ്. ഇത് കണ്ട് ഗസ്റ്റിന് ഓടിച്ചെന്ന് അമ്മയുടെ കാല് പിടിക്കുന്നത് പോലെ പറയുന്നുണ്ട്, അമ്മ എന്ത് വന്നാലും ആ ഒരു മരം വെട്ടലേന്ന്. എന്നാൽ അതൊന്നും കേൾക്കാതെ ഭ്രാന്ത് പിടിച്ചതുപോലെ വെർജീനിയ നേരെ അങ്ങോട്ടേക്ക് ചെന്ന് ആ ഒരു മരം വെട്ടാൻ നിൽക്കുകയാണ്. പക്ഷെ അവസാന സമയത്ത് അവളുടെ ആ ഒരു സ്വബോധം തിരിച്ചെടുത്ത് റിയാലിറ്റി മനസ്സിലാക്കുകയാണ്, വേണ്ട ആ മരം മാത്രം വെട്ടണ്ട. അവൾ ആ മരം വെട്ടിയില്ല കേട്ടോ. പക്ഷേ പിന്നീട് അങ്ങോട്ടേക്ക് പതിയെ പോകെ ഈ ഫ്രഷ് ആയിട്ടുള്ള ബ്ലഡ് അല്ലല്ലോ ഇവറ്റുകൾക്ക് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെയാ തോന്നി ഇതിന്റെ പ്രൊഡക്ഷൻ അത്ര നല്ല രീതിയിൽ നടക്കുന്നില്ല. ഒരുപാട് ഓർഡർ വരുന്നുണ്ട്. അപ്പൊ എന്ത് ചെയ്യും? അവൾ ആകെ ഒരു കൺഫ്യൂഷനിലാണ് ഇപ്പോൾ. എന്നാൽ യഥാർത്ഥ കാരണം എന്താന്ന് വെർജീനിയക്ക് നന്നായിട്ട് അറിയാം. അതിന് വേണ്ടത് ഫ്രഷ് ആയിട്ടുള്ള രക്തമാണ്. സോ എല്ലാവരും ഉറങ്ങി കഴിയുമ്പോൾ അവൾ അതിനുള്ള വഴി നോക്കും. ചെറിയൊരു ട്യൂബ് ഇട്ട് അവളുടെ തന്നെ രക്തം പതിയെ എടുത്തിട്ട് അത് പിന്നീട് പതിയെ ഇവറ്റകൾക്ക് കൊടുക്കാൻ തുടങ്ങി. അപ്പൊ നല്ല രീതിയിൽ പ്രൊഡക്ഷൻ വരുന്നുണ്ട്. പക്ഷെ ഒരു മനുഷ്യന്റെ ശരീരത്തിൽ നിന്നും രക്തം എടുത്ത് എത്രത്തോളം ഇങ്ങനെ ഒരു കൃഷി മുന്നോട്ടേക്ക് പോകും? അതായത് ലിറ്റർ കണക്കിന് രക്തമൊന്നും നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവില്ലല്ലോ. ഇതിങ്ങനെ പതിവായിട്ട് വെർജീനിയ ചെയ്യുന്നത് കൊണ്ട് തന്നെ അവൾ ആകെ തളർന്ന് ക്ഷീണിച്ച് വരികയാണ്. ഒരു ദിവസം ഫാമിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അങ്ങോട്ടേക്ക് കാര്യങ്ങളൊക്കെ എന്തായെന്ന് അറിയാൻ വേണ്ടി കരീം വന്ന് നോക്കുകയാണ്. എന്നാൽ കരീമിനോട് മുഖത്തടിച്ചതുപോലെ തന്നെ വെർജീനിയ പറയണം, നീ ആരാടാ ഇങ്ങോട്ടേക്ക് വരാൻ, ഇറങ്ങി പോടാ, ചോദിച്ചിട്ടൊക്കെ ഇങ്ങോട്ടേക്ക് കയറി വരണ്ടേന്ന് പറയണം. അതായത് എന്തോ ഒരു കൺട്രോൾ ഇല്ലാത്തതുപോലെ അവൾ ബിഹേവ് ചെയ്യാണ്. ഭയങ്കര വിഷമത്തിൽ പിന്നീട് കരീം അവിടുന്ന് പോകുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ രാത്രിയായ സമയത്ത് അവൾക്ക് ഫുൾ ടൈം ഈ ഒരു ചിന്തയേ ഉള്ളൂ. അതായത് എങ്ങനെ ഇവറ്റകൾക്ക് പ്യൂർ ആയിട്ടുള്ള ബ്ലഡ് കൊടുക്കും. തല പുകഞ്ഞ് അതിനെക്കുറിച്ച് ആലോചിക്കുന്ന സമയത്താണ് അപ്പുറത്തെ വീട്ടിലെ ആ അപ്പൂപ്പന്റെ പട്ടി അത് ഇടയ്ക്കിടയ്ക്ക് ഈ കോമ്പൗണ്ടിലേക്ക് വരാറുണ്ട്. ഇപ്പോഴും ആ പട്ടി വന്നിട്ടുണ്ട്. വെർജീനിയ എന്ത് ചെയ്തു? പതിയെ ആ ഒരു പട്ടിയെ കയ്യിലെടുക്കാണ്. അതിനെ പതിയെ ഇങ്ങനെ തലോടി നേരെ കൂട്ടിലേക്ക് കൊണ്ടുപോയിട്ട് ഒറ്റയിടലാണ്. പിന്നെ എന്ത് സംഭവിക്കും പറയണ്ടല്ലോ, എല്ലാ വെട്ടുകിളികളും ഒരുമിച്ച് വന്ന് ഈ പട്ടി ഒരുമിച്ചിരുന്ന് കടിച്ച് വലിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ദയനീയമായിട്ടുള്ള ആ ഒരു പട്ടിയുടെ കരച്ചിൽ മാത്രമാണ് പിന്നീട് കേട്ടത്. ഇതേ സമയത്ത് തന്നെ നമ്മുടെ ഗസ്റ്റിൻ വളർത്തുന്ന ആ ചെറിയ കൂടുണ്ടല്ലോ, ആ കൂട് കാണിക്കുകയാണ്. അതിനുള്ളിൽ നിന്നും ഒരു വെട്ടുകിളി പുറത്തേക്ക് ചാടിയിട്ടുണ്ട്. അവിടെ വീണ് കിടക്കുന്ന രക്തം കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ പെട്ടെന്ന് ആ ഒരു കൂടിൽ നിറയെ വെട്ടുകിളികൾ നിറയാണ്. ആ കൂട് തന്നെ പൊട്ടിക്കുന്നുണ്ട്. ഞെട്ടിക്കുന്ന ഈ ഒരു കാര്യം സ്വപ്നത്തിൽ
കണ്ടുകൊണ്ട് ഗസ്റ്റൻ ചാടി എഴുന്നേൽക്കാണ്. അതായത് ഇപ്പൊ കണ്ട ഈ ഒരു കാഴ്ച അവന്റെ സ്വപ്നം മാത്രമായിരുന്നു. എന്നാൽ സ്വപ്നത്തിൽ കണ്ടതുപോലെ തന്നെ എന്തോ ഒന്ന് വരാനിരിക്കുന്നുണ്ട് എന്ന് അവന് തോന്നുകയാണ്. ആ തോന്നൽ കൊണ്ടാണല്ലോ ഈ സ്വപ്നം ഉണ്ടാവുന്നത്. എന്തായാലും പിറ്റേ ദിവസം രാവിലെയായി. വെർജീനിയ രാവിലെ തന്നെ ആ ഒരു ഫാമിലിക്ക് ചെന്നിട്ട് അവിടുത്തെ ആ ഒരു രക്തവും പട്ടിയുടെ ആ ഒരു വേസ്റ്റും കാര്യങ്ങളൊക്കെ എടുത്ത് മാറ്റി അതുകൊണ്ടേ കുഴിച്ചിടുകയാണ്. അതേ സമയത്ത് തന്നെ മറ്റേ ആ ഒരു മുട്ട വന്നിട്ടുണ്ട്. കൂടുതലായിട്ട് ഇനിയും വെട്ടുകിളികളെ വേണം. കൂടാതെ വേറെയും ഒരു കച്ചവടക്കാരനെ കൊണ്ടുവന്നിട്ടുണ്ട്. അയാൾക്കും ഇതുപോലെ ബൾക്കായിട്ട് സാധനം വേണം. അവർ ഓർഡർ കൊടുക്കുന്നുണ്ട്. ആ ഓർഡറിനനുസരിച്ചുള്ള സാധനം എല്ലാം നിങ്ങൾ പറഞ്ഞ ഡേറ്റിലേക്ക് ഞാൻ തരാമെന്ന് പറഞ്ഞിട്ട് അവർക്കും വാക്ക് കൊടുക്കുകയാണ്. അതായത് കൂടുതൽ വെർജീനിയക്ക് ഇനി പ്രൊഡക്ഷൻ നടത്തിയേ മതിയാവുള്ളൂ. പക്ഷെ അതിനായിട്ട് വേണ്ടത് ശരിക്കും നല്ല പ്യൂർ ആയിട്ടുള്ള ഒറിജിനൽ രക്തമാണ്. അത് എവിടെ നിന്നൊപ്പിക്കും? അതാണ് ഏറ്റവും കഷ്ടമായിട്ടുള്ള പരിപാടി. ഇതേ സമയത്ത് തന്നെ ഗസ്റ്റൻ അവൻ കോച്ചിങ്ങിന് പോകുന്ന സമയത്തൊന്നും അവന്റെ കൂടെ വരാറേ ഇല്ല. ഇപ്പൊ അമ്മ കൂടെ വരാറ് പോയിട്ട് ആദ്യത്തേതുപോലെ അവന്റെ കൂടെ ഇരുന്ന് സംസാരിക്കുകയോ ടൈം സ്പെൻഡ് ചെയ്യുകയോ ഒന്നും ചെയ്യുന്നില്ല. അവന് ഭയങ്കരമായിട്ട് വിഷമാവുന്നുണ്ട്. അപ്പോൾ അവന്റെ ചേച്ചി ലാറ പറയാണ്, മോനെ നീ ഒരു കാര്യം ചെയ്യ്, നീയെങ്കിലും ഈ വീട്ടിൽ നിന്ന് പുറത്തു പോയിട്ട് എന്റെ ആ ഒരു കോച്ചിങ് സെന്ററിൽ പോയിട്ട് ഒന്ന് ഹാപ്പി ആയിട്ടിരിക്കുക. അമ്മയ്ക്കിപ്പോ നമ്മളെ ഒന്നും വേണ്ട. അമ്മയ്ക്ക് അമ്മയുടെ കൃഷിയും അതുപോലെ തന്നെ പണവും ഇതൊക്കെ തന്നെ മതി. അതായത് മക്കളുടെ ആ ഒരു വിഷമം അത് ന്യായമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് കേട്ടോ. കാരണം ഈ ഒരു സംഭവം തുടങ്ങിയ പിന്നെ തീരെ വെർജീനിയക്ക് മക്കളുടെ കാര്യത്തിൽ ശ്രദ്ധയില്ലാതായിട്ടുണ്ട്. എപ്പം നോക്കിയാലും ഇവറ്റകൾക്ക് കൊടുക്കാൻ രക്തം അത് എവിടുന്ന് കിട്ടുമെന്ന് പറഞ്ഞിട്ട് ഒരുമാതിരി കള്ളിയം കാട്ടുന്നതിലെ പോലെ രക്തം തേടി നടക്കുക. അങ്ങനെ അപ്പുറത്തുണ്ടായിരുന്ന ഒരു ഫാമില് ഒരു ആടിനെ ആരും കാണാതെ തല്ലിക്കൊന്നെടുത്ത് കൊണ്ടുവന്ന് അതിന്റെ ആ ഒരു ഓർഗൻസും അതിന്റെ എന്താ പറയാ ശരീരത്തിൽ നിന്ന് മുഴുവനായിട്ടും രക്തം പിഴിഞ്ഞെടുത്ത് ആ രക്തവും ഇവറ്റകൾക്ക് കൊടുക്കുകയാണ്. രാത്രി ആയപ്പോഴൊക്കെ വസ്ത്രത്തിൽ രക്തമായിട്ടൊരു വല്ലാത്ത അവസ്ഥയിൽ അവൾ അങ്ങനെ നിൽക്കുകയാണ്. അവൾക്ക് തന്നെ തോന്നുന്നുണ്ട്, ഞാനിത് എങ്ങോട്ടേ പോകുന്നത്, ഞാൻ എന്ത് ഈ ചെയ്യുന്നത്. അതായത് അവൾക്ക് പോലും അവളെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ മറ്റെന്തോ ഒന്ന് അവളുടെ ഉള്ളിൽ നിന്നും അവളെ കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുക. നിർത്തണം എന്ന് അവൾക്ക് നല്ല ആഗ്രഹമുണ്ട്. പക്ഷേ ഈ കുടുംബം മുന്നോട്ടേക്ക് കൊണ്ടുപോകണ്ടേ, മറ്റൊരു വഴിയില്ല. അവൾക്ക് അതുമായിട്ട് മുന്നോട്ടേക്ക് പോയേ മതിയാവുള്ളൂ. രാത്രി മുഴുവൻ ഇങ്ങനെ ഓരോ ജോലികൾ ചെയ്ത് മര്യാദക്ക് ഉറങ്ങാതെ ക്ഷീണം കാരണം അവൾ നേരെ വന്ന് കിടക്കുന്നുണ്ട്. എന്നാൽ ഇന്നാണ് നമ്മുടെ ഗസ്റ്റിനെ ആ പുതിയ കോച്ചിങ് സെന്ററിലേക്ക് കൊണ്ടേ ആക്കേണ്ടത്. അമ്മയോട് വരാൻ വേണ്ടി ലാറ പറയുന്നുണ്ട്. അതുപോലെ ഗസ്റ്റിനും അമ്മയെ വിളിക്കുന്നുണ്ട്. എന്നാൽ ഉറക്ക ക്ഷീണം കാരണം ഒന്ന് തല പൊക്കാൻ വരെ അവർക്ക് കഴിയുന്നില്ല. പിന്നീട് ഗസ്റ്റിനെ അവിടെ കൊണ്ടാക്കുന്നതൊക്കെ നമ്മുടെ ലാറ തന്നെയാണ് കേട്ടോ. അവനും ലാറയ്ക്ക് ഭയങ്കരമായിട്ട് വിഷമാവുന്നുണ്ട്. ലാറ അവിടെ എത്തിയ സമയത്തും അമ്മയെ വിളിക്കുന്നുണ്ട്, ഒന്ന് ഇങ്ങോട്ടേക്ക് വരുമെന്ന് ചോദിച്ചിട്ട്. എന്നാൽ വെർജീനിയ ഫോൺ തന്നെ എടുക്കുന്നില്ല. ഒരു വല്ലാത്തൊരു അവസ്ഥയിലേക്ക് ഈ ഫാമിലി പോവുകയാണ്. അങ്ങനെ ഭയങ്കര സങ്കടം എന്ന് പറഞ്ഞാൽ ഇമോഷണലി ആകെ തകർന്നു പോയ നമ്മുടെ ലാറ അങ്ങനെ വീട്ടിലേക്ക് വന്ന് നോക്കുമ്പോൾ അമ്മയുടെ റൂമിൽ കാണാനില്ല. കുറെ നേരം അവിടെ ഇവിടെയൊക്കെ നോക്കി, എവിടെ നോക്കിയിട്ടും കാണാത്തതുകൊണ്ട് അവൾ നേരെ ഫാമിലേക്ക് ചെന്ന് നോക്കുകയാണ്. ഫാമിലേക്ക് ചെന്ന് നോക്കിയ ലാറ ഒരു കാര്യം കണ്ട് ഞെട്ടിത്തരിച്ചു പോയി. ആ ഷോക്കില് അവൾ അങ്ങനെ തരിച്ചു നിൽക്കുകയാണ്. അതായത് അവൾ കണ്ട കാഴ്ച എന്താണെന്നറിയോ? തലയുടെ ഭാഗം മാത്രം കവർ ചെയ്തിട്ട് ന്യൂഡായിട്ട് ആ കൂടിനുള്ളിൽ ഇരിക്കുന്ന അവളുടെ അമ്മ ശരീരത്തിന്റെ പല ഭാഗത്തായിട്ട് ചെറിയ മുറിവുകൾ ഉണ്ടാക്കിയിട്ട് അതിലെല്ലാം ഈ വെട്ടുകിളികൾ വന്നിരുന്ന് അമ്മയുടെ രക്തം കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. കയ്യും കാലും വിറച്ച അവൾ അവിടുന്ന് ഇറങ്ങി ഓടുകയാണ്. റൂമിൽ പോയിരുന്ന് കരയാൻ തുടങ്ങി. കയ്യും കാലും വിറക്കുന്നുണ്ട്. ആരോട് സഹായം ചോദിക്കണം എന്ന് പോലും അറിയുന്നില്ല. ഈ സമയത്ത് അമ്മ വന്ന് വാതിൽ തട്ടുന്നുണ്ട്. മോളെ വാതിൽ തുറക്കുന്നു പറഞ്ഞിട്ട്. എന്നാൽ അവൾ വാതിൽ തുറന്നില്ല. അവളിപ്പോ തൊട്ടപ്പുറത്തുണ്ടായിരുന്ന കരീം അങ്കിളിന് മെസ്സേജ് അയക്കാണ്. അങ്കിളെ ഒന്ന് വേഗം ഇങ്ങോട്ടേക്ക് വാ, വലിയൊരു പ്രശ്നം ഉണ്ട് എന്ന് പറയണം. അങ്ങനെ മെസ്സേജ് കിട്ടിയ പാട് തന്നെ കരീം നേരെ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്. വന്ന് നോക്കുമ്പോൾ ഭയങ്കര ടയേർഡായിട്ടിരിക്കുന്ന വെർജീനിയെ കാണുകയാണ്. വെർജീനിയ എന്താ പറ്റിയത്, എന്തെങ്കിലും കുഴപ്പമുണ്ടോ ചോദിക്കുമ്പോൾ വെർജീനിയ പറയണത് എന്ത് കുഴപ്പം, യാതൊരു കുഴപ്പമില്ല എന്ന് പറയണം. വെർജീനിയ പിന്നീട് അവളുടെ ഓരോ ജോലികൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ അങ്ങോട്ടേക്ക് ലാറ വരുന്നുണ്ട്. അതായത് കരിമംഗലിനോട് കാര്യങ്ങൾ പറയണം എന്ന് അവൾക്കുണ്ട്. പക്ഷേ അമ്മ ഉള്ളത് കൊണ്ട് പറയാനും പറ്റുന്നില്ല. ഈ സമയത്താണ് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന വെർജീനിയ പെട്ടെന്ന് തല കറങ്ങി വീഴുന്നത്. കരീം വേഗം തന്നെ ചെന്ന് പിടിച്ചു. വെർജീനിയും കൂട്ടിയിട്ട് കരീം നേരെ അവന്റെ വീട്ടിലേക്ക് പോകണം കേട്ടോ. കാരണം അവൾ അത്രത്തോളം ടയേർഡ് ആയിട്ടുണ്ടായിരുന്നു. പിന്നീട് ഭക്ഷണവും വെള്ളമെല്ലാം കൊടുത്ത് അവളൊന്ന് ഉഷാറാക്കി എടുക്കുന്നുണ്ട്. ഈ സമയത്ത് അടുക്കളയിലേക്ക് വന്ന കരീം അങ്കിളിനോട് ലാറ കാര്യങ്ങൾ പറയാനായിട്ട് പോകുന്ന സമയത്ത് വീണ്ടും അങ്ങോട്ടേക്ക് വെർജീനിയ വരികയാണ്. അതായത് അവൾക്ക് കാര്യം തുറന്ന് പറയാനേ കഴിയുന്നില്ല. വെർജീനിയക്ക് എന്തൊക്കെയോ ചില സംശയങ്ങൾ തോന്നുന്നുണ്ട്. അതായത് മകളായിട്ടുള്ള ലാറയെങ്ങാനും ഞാൻ ഫാമിൽ വെച്ച് ചെയ്യുന്ന കാര്യം കണ്ടിട്ടുണ്ടാവുമോ എന്നുള്ള ഒരു സംശയം വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ലാറയുടെ മുഖത്ത് ആ ഒരു പേടിയും അവളുടെ ആ ഒരു വെപ്രാളം ഇതെല്ലാം കണ്ട കരീമിനും എന്തൊക്കെയോ ചില സംശയങ്ങൾ തോന്നിയിട്ട് കരീം വെർജീനോട് ചോദിക്കാണ്, വെർജീന നിങ്ങൾ എന്താണ് ഈ മറച്ചു വെക്കുന്നത്, എന്താ അവിടെ സംഭവിക്കുന്നത്? എന്നാൽ ദേഷ്യം അവള് പറയണം, കരീമെ കൂടുതലായിട്ട് അതിലൊന്നും നീ ഇടപെടണ്ട, എന്തായാലും വീട്ടിലേക്ക് ഒന്ന് ആക്കി തന്നേക്കെന്ന് പറയണം. കുറച്ച് റഫായിട്ടാണ് അവള് സംസാരിക്കുന്നത്. ആ ശരി ഞാൻ അങ്ങോട്ട് ആക്കി തരാന്ന് കരീം പറയണം. ഇതേ സമയത്ത് നമ്മുടെ അയൽവാസിയായിട്ടുള്ള അപ്പൂപ്പനുണ്ടല്ലോ, മൂപ്പരുടെ പട്ടിയെ കാണാത്തത് കൊണ്ട് എപ്പോഴത്തെയും പോലെ തന്നെ ഇങ്ങോട്ടേക്ക് തെരഞ്ഞു വന്നിട്ടുണ്ട്. അവിടെ എവിടെയും പട്ടിയെ കാണാനില്ല. അതേ സമയത്തിന് ഫാമിന്റെ ഉള്ളിൽ നിന്നും ചില ശബ്ദം കേട്ടപ്പോൾ ഈ അപ്പൂപ്പൻ പതിയെ അതിന്റെ ഉള്ളിലേക്ക് കയറി നോക്കുകയാണ്. കയറിയ അപ്പൂപ്പൻ ആകെ ഞെട്ടിപ്പോകുന്നുണ്ട് കേട്ടോ. കാരണം അതിന്റെ നിലത്തും അതിന്റെ മുകൾ ഭാഗത്തൊക്കെയായിട്ട് ഒരുപാടധികം വെട്ടുകിളികൾ എല്ലാം കൂടെ ഒറ്റ അടിക്ക് വന്ന് ഇയാളങ്ങ് പൊതിഞ്ഞു കളയാണ്. ഈ സമയത്താണ് കരീം വെർജീനിയും ലാറയും ഇങ്ങോട്ടേക്ക് ആക്കി കൊടുക്കുന്നത് കേട്ടോ. ആക്കി കൊടുത്ത് അവിടുന്ന് പോകാൻ നേരത്ത് എന്തോ ഒരു കരച്ചില് പോലെ കേൾക്കുന്നതായിട്ട് കരീമിന് തോന്നി. അതുകൊണ്ട് തന്നെ കരച്ചില് കേട്ട ഭാഗത്തേക്ക് കരീം ചെന്ന് നോക്കിയപ്പോൾ ഒരു കാഴ്ച കണ്ട് ഞെട്ടുകയാണ്. രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന ആ അപ്പൂപ്പൻ. അയാളുടെ ശരീരത്തിന്റെ പല ഭാഗത്തുണ്ടായിരുന്ന ഇറച്ചികളും ഈ ജീവികൾ, അതായത് ഈ വെട്ടുകിളി
വെട്ടുകിളികൾ തിന്ന് തീർത്തിട്ടുണ്ട്. ഭയന്ന് വിറച്ച് ഓടി പുറത്തേക്ക് വന്ന കരീം ഇപ്പൊ വെർജീനിയ ഉറക്കനെ വിളിക്കാണ്. വെർജീനിയ, നീ എന്താ ഇവിടെ കാണിച്ചു വെച്ചിരിക്കുന്നത്? എന്തൊക്കെയാ ഇവിടെ സംഭവിക്കുന്നതെന്ന് നിനക്ക് വല്ല ഐഡിയ ഉണ്ടോ? കാര്യം മനസ്സിലാക്കി പുറത്തേക്ക് വന്ന വെർജീനിയ പറയുന്നത്, കരീമെ, നീ ഇനി ഇവിടെ നിൽക്കണ്ട, എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പോയിക്കോ. ഇവിടുത്തെ കാര്യങ്ങൾ അത് ഞാൻ നോക്കിക്കോളാം, എത്ര വലിയ റിസ്ക് ആണെങ്കിലും ഞാൻ ഒറ്റയ്ക്ക് മാനേജ് ചെയ്തോളാം എന്ന് പറയണം. ഇതിനുശേഷം വെർജീനിയ നേരെ പോകുന്നത് ലാറയുടെ അടുത്തേക്കാണ്. അവളുടെ റൂമിന്റെ വാതിൽ തള്ളി തുറക്കാൻ നോക്കുന്നുണ്ട്. എന്നാൽ ലാറ വാതിൽ തിരിച്ചു തള്ളി പിടിക്കുകയാണ്. കാരണം അമ്മ ഉള്ളിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അവൾക്ക് നല്ല അടി കിട്ടും. ലാറയോട് വാതിൽ തുറക്കാൻ വേണ്ടി വെർജീനിയ പലതവണ പറയുന്നുണ്ടെങ്കിലും അവള് പറയണ, എനിക്ക് പേടിയാണമ്മേ, ഞാനൊന്നും ആരോടും പറഞ്ഞിട്ടില്ല. എന്നാൽ ഈ സമയത്താണ് പുറത്തുനിന്ന് ഭയങ്കരമായിട്ടുള്ള ഒരു വെളിച്ചം വരുന്നത്. എവിടെയോ തീ പിടിച്ചിട്ടുണ്ട്. ഇവർ രണ്ടുപേരും പുറത്തേക്ക് നോക്കുമ്പോൾ ഇവിടുന്ന് പോയ കരീം ഒരു ക്യാനിൽ പെട്രോൾ കൊണ്ടുവന്നിട്ട് അവൻ എന്താക്കി ആ ഫാമിന് മുഴുവനും തീയിട്ട് കത്തിക്കുകയാണ്. ഇത് കണ്ട് പുറത്തേക്ക് ഓടി വന്ന വെർജീനിയ കരീമിനോട് പറയണം, നീ എന്ത് പ്രാന്തിയെ കാണിച്ചത്? എന്റെ എത്ര ദിവസത്തെ ഹാർഡ് വർക്കാണിത്, എന്തിനാ ഇതിങ്ങനെ നശിപ്പിക്കുന്നത്? ഇപ്പൊ കരീം പറയണ്, വെർജീനിയ, നിനക്കറിയില്ല നീ എത്ര വലിയ അപകടത്തിലേക്കാ പോകുന്നത്. ഇതെങ്ങാനും പുറത്ത് അറിഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ വലിയ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവും. അത് കൂടുതലായിട്ട് ഉണ്ടാവാതിരിക്കാനാണ് ഞാൻ ഇങ്ങനെ ചെയ്തത്. എന്നാൽ വെർജീനിയ പോയിട്ട് വേഗം തന്നെ ആ ഒരു തീയെല്ലാം അണയ്ക്കാൻ നോക്കുകയാണ്. പക്ഷെ അപ്പോഴേക്കും ആ കൂടിന്റെ മുകൾ ഭാഗത്തുണ്ടായിരുന്ന പ്ലാസ്റ്റിക്കും തുണിയെല്ലാം കത്തിപ്പോയി. അതിൽ ഹോള് വന്ന് ഈ വെട്ടുകിളികൾ കൂട്ടത്തോടെ പുറത്തേക്ക് വരികയാണ്. അത് വളരെയധികം ബൾക്കായിട്ട്. ഇത് കണ്ട് ആകെ പേടിച്ചു പോയ കരീം നേരെ വീട്ടിന്റെ ഉള്ളിലേക്കാ പോകുന്നത്. കാരണം ഉള്ളിൽ മോളായിട്ടുള്ള ലാറയുണ്ട്, അവൾ എങ്ങനെയെങ്കിലും സേഫ് ആക്കണം. എന്നാൽ അതൊന്നും ശ്രദ്ധിക്കാതെ വെർജീനിയ ഇപ്പൊ ചെയ്യുന്നത് ആ ഒരു കൂട്, അതിൽ പിടിച്ചിരിക്കുന്ന തീ ഇതെങ്ങനെയെങ്കിലും കെടുത്താനാ നോക്കുന്നത്. എന്നാൽ വീട്ടിന്റെ ഉള്ളിലേക്ക് പോയ കരീം നമ്മുടെ ലാറ എങ്ങനെയൊക്കെയോ സേഫ് ആക്കിയിട്ടുണ്ട് കേട്ടോ. ഇതേ സമയത്ത് തന്നെ ഒരുപാട് കഷ്ടപ്പെട്ട വെർജീനിയ ഒരു വിധത്തിൽ ആ ഒരു തീയൊക്കെ അണച്ചിട്ടുണ്ട്. പിന്നീട് വീട്ടിലേക്ക് വന്ന് കരീം നോക്കിയ വെർജീനിയ ആകെ ഞെട്ടിപ്പോയി. ഇവർക്ക് വേണ്ടി ഇത്രയും സഹായങ്ങളൊക്കെ ചെയ്ത കരീം അവിടെ മരിച്ചു വീണ് കിടക്കുകയാണ്. അവന്റെ ശരീരത്തിൽ നിറയെ ഈ വെട്ടുകിളികൾ മൂടിയിരിക്കുകയാണ്. മാത്രമല്ല ആ വീട് നിറയെ ആ വെട്ടുകിളി നിറഞ്ഞിട്ടുമുണ്ട്. പക്ഷെ വീട്ടിന്റെ ഉള്ളിൽ ഇപ്പൊ ലാറയെ കാണാനില്ല. അതുപോലെ തന്നെ ഇവറ്റുകൾ കൂട്ടം കൂട്ടമായിട്ട് മറ്റേതോ ഒരു ഭാഗത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ തന്നെ വെർജീനിയക്ക് കാര്യം മനസ്സിലായി. അതായത് ലാറ ഇവിടെ നിന്ന് ഇറങ്ങി ഓടിയിട്ടുണ്ട്. അവളുടെ പിന്നാലെയാണ് ഈ വെട്ടുകിളികൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ലാറയെ കാണിക്കുകയാണ്. അവൾ ആ ഒരു കാട്ടിലൂടെ പേടിച്ചോടുന്ന സമയത്ത് അവളുടെ പിന്നാലെ കൂട്ടം കൂട്ടമായിട്ട് ഇവറ്റകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അവളെ കിട്ടിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും രക്തം തീരുന്നത് വരെ അവറ്റകൾ ഊറ്റിക്കുടിക്കും. അങ്ങനെ ഓടി ഓടി അവളിപ്പോ ഒരു തടാകത്തിനരികിലേക്ക് എത്തിയിട്ടുണ്ട്. വെള്ളത്തിൽ ഇറങ്ങി നിൽക്കാമെന്ന് കരുതിയാൽ എത്ര നേരം വെള്ളത്തിനടിയിൽ ശ്വാസം പിടിച്ച് നിൽക്കാൻ കഴിയും? ഇപ്പൊ അവൾക്ക് ഒരു ഐഡിയ തോന്നുകയാണ്. അവിടെ ചെറിയൊരു തോണി ഉണ്ടായിരുന്നു. ആ തോണി വെള്ളത്തിലേക്ക് തള്ളി നീക്കിയിട്ട് അത് കമഴ്ത്തി വെച്ചിട്ട് അതിന്റെ ഉള്ളിൽ ഇപ്പൊ കുറച്ച് ഓക്സിജൻ ഉണ്ടാവുമല്ലോ, അവിടെ തല വെച്ച് അവൾ അങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. കാരണം വേറൊരു വഴിയില്ല. അപ്പോഴേക്കും ഈ ഒരു തോണിയുടെ മുകൾ ഭാഗത്തേക്ക് വന്ന് വെട്ടുകിളികൾ അങ്ങനെ മൂടി നിറഞ്ഞിട്ടുണ്ട്. ഒരു ഗ്യാപ്പ് കിട്ടിയാൽ ഇവറ്റകൾ ഉള്ളിലേക്ക് കയറും, അവളെ കടിച്ചു കയറി അവളുടെ രക്തം കുടിക്കും. ഈ കാഴ്ച കണ്ടുകൊണ്ടാണ് അങ്ങോട്ടേക്ക് വെർജീനിയ വരുന്നത്. അവൾ ചെയ്ത തെറ്റ് എത്രത്തോളം വലുതാണ് ഇവിടെ വെച്ച് അവൾക്ക് മനസ്സിലായി. ആ തെറ്റ് അത് തിരുത്തിയേ മതിയാവുള്ളൂ. വെർജീനിയ കയ്യിലുണ്ടായിരുന്ന കത്തി ഉപയോഗിച്ച് ശരീരത്തിന്റെ പല ഭാഗത്തും മുറിവുകളാക്കി ആ രക്തമെല്ലാം എടുത്ത് മുഖത്തും ദേഹത്തും മുഴുവനായിട്ട് തേച്ചങ്ങനെ നിൽക്കുകയാണ്. കാരണം രക്തം കണ്ടാൽ അതിന്റെ സ്മെല്ലടിച്ചാൽ ഉറപ്പായിട്ടും അങ്ങോട്ടേക്ക് ഈ വെട്ടുകിളികൾ വന്നിരിക്കും. പിന്നീട് രക്തമായ ശരീരത്തോട് കൂടിയിട്ട് വെർജീനിയ നേരെ വെള്ളത്തിലേക്ക് ഇറങ്ങി നിൽക്കുകയാണ്. അപ്പോഴേക്കും ഈ കിളികൾ വന്ന് അവളുടെ ദേഹം പൊതിയാണ്. രക്തം എന്ന് പറഞ്ഞാൽ ഫ്രഷ് ആയിട്ടുള്ള ഹ്യൂമൻ രക്തമാണ്. അത് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് ഇവറ്റകൾക്ക്. വന്ന് പൊതിയ മാത്രമല്ല, ആ വെള്ളത്തിൽ കലർന്ന രക്തത്തിലേക്ക് വരെ ഇവറ്റകൾ വന്നിട്ട് അത് കുടിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇപ്പൊ വെള്ളത്തിനടിയിലേക്ക് വീണുപോയ വെർജീനിയെ പിടിക്കാനായിട്ട് ഇവറ്റകൾ ചാകുമെന്ന് പോലും നോക്കാതെ എല്ലാം കൂടെ വെള്ളത്തിന്റെ ഉള്ളിലേക്ക് അങ്ങ് പോവാണ്. പക്ഷേ വെള്ളത്തിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇവറ്റകൾക്ക് സർവൈവ് ചെയ്യാൻ കഴിയില്ല, ചത്തുപോകും. അതുകൊണ്ട് തന്നെ കൂട്ടം കൂട്ടമായിട്ട് ഇങ്ങോട്ടേക്ക് വന്ന ഈ ജീവികൾ, ഈ വെട്ടുകിളികൾ, ഇതെല്ലാം കൂടെ വെള്ളത്തിലേക്ക് ഇറങ്ങി അവസാനം അതിൽ മുങ്ങി ചത്തുപോവാണ്. ഇതെല്ലാം കണ്ട് ദയനീയമായി നിൽക്കാൻ മാത്രമേ നമ്മുടെ ലാറയ്ക്ക് കഴിഞ്ഞുള്ളൂ. അമ്മയുടെ ആ അവസ്ഥ കണ്ട് അവൾക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷെ അവസാനം എല്ലാ വെട്ടുകിളികളും ചത്ത് കഴിഞ്ഞപ്പോൾ അവൾ എന്താക്കി, വേഗം അമ്മയുടെ അടുത്തേക്ക് ചെന്ന് നോക്കുകയാണ്. പക്ഷെ വിചാരിച്ചതുപോലെ അവളുടെ അമ്മ മരിച്ചിട്ടുണ്ടായിരുന്നില്ല. കാരണം വെള്ളത്തിലേക്ക് അവർ വീണ് പോയതുകൊണ്ട് തന്നെ അവരുടെ പിന്നാലെ വന്ന വെട്ടുകിളികൾ ആ വെള്ളത്തിൽ മുങ്ങി ചത്തുപോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് രക്ഷപ്പെട്ടത്. അപ്പൊ ഇത് കാണിച്ചുകൊണ്ടാണ് സിനിമ ഇവിടെ തീരുന്നത്. എന്തായാലും ഈ വലിയ അപകടത്തിൽ നിന്നും വെർജീനിയും ലാറയും രക്ഷപ്പെട്ടെങ്കിലും പാവൻ രണ്ട് നിരപരാധികൾ മരിച്ചുപോയി. നമ്മുടെ കരീമും അതുപോലെ തന്നെ നമ്മുടെ പാവ അപ്പൂപ്പനും. എന്തായാലും ഇതൊരു വ്യത്യസ്തമായിട്ടുള്ള കഥയായിരുന്നു. നിങ്ങൾക്ക് ഈ ഒരു കഥ ഇഷ്ടമായോ? ഇഷ്ടമായാൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ ഡിഫറെന്റ് ആയിട്ടുള്ള കണ്ടന്റ്, കേൾക്കാത്ത കഥകൾ, അങ്ങനെയുള്ള കഥകൾ കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ പറയുന്ന വേണം കേട്ടോ. അപ്പൊ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ഓക്കെ, ബൈ.